നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാൻ കൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അല്പം ചില കാര്യങ്ങൾ, വിശദമായ പഠനമല്ല, അല്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാനായിട്ട് രണ്ട് നിലയിലുള്ള കാരണങ്ങളാണ് വന്നത്. ഒന്ന്, എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെ ചില പ്രധാനപ്പെട്ട പുരോഹിതന്മാർ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന സംശയങ്ങൾ സ്വാഭാവികമാണല്ലോ. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു തരം ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവ ലോകത്ത് ധാരാളം പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നു. അതിൽ സമൂഹത്തെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഏറ്റുമാനൂരിലൊരു വാത്സല്യ സഹോദരിയും 2 കുഞ്ഞുങ്ങളും റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിച്ചത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിൽ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ചെയ്യുന്നത്? അതിനോടനുബന്ധിച്ച് കടന്നു വരുന്ന ചിന്തയായിരിക്കാം. അതായത് റിലീജിയസ് പീപ്പിളിൻ്റെ ഉള്ളിൽ ആ ചിന്ത വരും. കാരണം ഇവരുടെ മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കും എന്ന ഒരു ആങ്സൈറ്റി പലരിലും ഉണ്ടാകാം. അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് ആ കാര്യങ്ങൾ എങ്ങനെയായി തീരുമെന്നുള്ളത്. അതായത് നമ്മളതിന് ചില മറുപടികളൊക്കെ പറഞ്ഞു. അതിനോട് ചേർന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഈ ഒരു ഭാഗം അങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അത്തരം കാര്യങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ആ കാര്യത്തെക്കുറിച്ച് ഗ്രഹിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ തീർത്ത് പറഞ്ഞിരുന്നു, ജീവൻ്റെ മേൽ നമുക്ക് ആർക്കും അധികാരമില്ല. സൃഷ്ടാവായ ദൈവം അതിൻ്റെ ഉടയവനാണ്. അവിടെ നിന്നാണ് നീക്കുപോക്കുകളൊക്കെ നൽകുന്നത്. ഒരു വ്യക്തി ഭൂമിയിലേക്ക് ജനിക്കുന്നതും ആ വ്യക്തിയെ തിരിച്ചു വിളിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം സൃഷ്ടിച്ച ഭൂമിയാണ്. ആ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവയിഷ്ടം മനസ്സിലാക്കി ജീവിച്ചു പോവുക, അതായത് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ആദമിൽ ജനിച്ചവരായതുകൊണ്ട് സ്വാഭാവികമായും പാപസ്വഭാവം നമ്മിലുണ്ട്, ആ കാർണൽ നേച്ചർ നമ്മിലുണ്ട്. ആ കാരണത്താൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ സ്വഭാവമൊക്കെ നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരും. തൻ്റെ പുത്രൻ്റെ ബലിമരണ നിമിത്തം നമ്മെ വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ ജീവിതത്തിന് ഉടമകളാക്കി തീർക്കുകയാണല്ലോ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു ഭാഗത്ത് വെച്ച് സുവിശേഷം കേൾക്കുവാനും അങ്ങനെ രക്ഷിതാവിനെ കണ്ടെത്തുവാനും ഇടയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്നാൽ അത് ഇന്നും കേൾക്കുവാൻ അവസരം ലഭിക്കാത്തവരുണ്ട്. കേട്ടിട്ടും മറുതലിക്കുന്നവരും അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കുന്നവരും ആയവരാണ് ഏറിയ പങ്കും. അത്തരക്കാരൊന്നും ഈ സത്യപാതയിലേക്ക് കടന്നു വന്നിട്ടില്ല. മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ചിന്തയുമില്ല. കൃപയാൽ നമുക്ക് ആ ചിന്തയും ബോധ്യമൊക്കെ ലഭിച്ചു. അപ്പോൾ നമ്മൾ തീർത്ത് പറഞ്ഞൊരു കാര്യമാണ് സൂയിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സൂയിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ദൈവസന്നിധിയിൽ വലിയ കുറ്റകരമായ കാര്യമാണ്. അത് ഏത് കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും ദൈവസന്നിധിയിൽ അതിനൊന്നും വിലയില്ല, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പം അതിൽ 2 രീതി പറഞ്ഞു. ഒന്ന്, വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നവരും വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാത്തവരും. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാത്തവരുടെ മേൽ ന്യായവിധിയുടെ വാള് കിടപ്പുണ്ടെന്നുള്ളത് പരമമായ സത്യമാണല്ലോ. കാരണം അവർ പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. ആ കാരണത്താൽ ന്യായവിധിയിലേക്ക് അവർ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ വീണ്ടെടുപ്പിലേക്ക് വന്ന ഒരുവനോ ഒരുവളോ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന ചിന്തയിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ, അതായത് പരിജ്ഞാനമില്ലായ്മ കൊണ്ടും പല കാരണം കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയും. അതതിൻ്റെ ഒരു ചെറിയ വശം മാത്രം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നത് അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റുകൾ അവരെ സ്വാധീനിക്കുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അടുത്ത് പരിചയിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
അവരിൽ ഏതോ കാലങ്ങളിൽ നിരാശ കടന്നു വന്നിരിക്കാം. ആ നിരാശയിൽ നിന്ന് അവർ അതിൻ്റെ അടിത്തട്ടിലേക്ക് പോകാം. ആ അടിത്തട്ടിലേക്കൊക്കെ പോകുമ്പോൾ മറ്റേ പുള്ളികൾ നോക്കിയിരിക്കുക. അവർ കയ്യോടെ പിടികൂടിയിട്ട് ആശ്വാസവചനങ്ങൾ പറയും. ഇനി ഇവിടെ ജീവിക്കേണ്ട, നമുക്ക് അവസാനിപ്പിക്കാം, പരിപാടി ക്ലോസ് ചെയ്തേക്കാം. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്? മരണത്തിലേക്ക്. മരണത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പാതാളം, അഥവാ കീഴേ പാതാളം, ലോവസ്റ്റ് ഹെൽ, അല്ലെങ്കിൽ യാതനാസ്ഥലമെന്നും നമ്മൾ പറയും, അല്ലെങ്കിൽ ടോർമെൻറ്റിങ് പ്ലേസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് വീണ്ടും ജനിച്ചവൻ സൂയിസൈഡ് ചെയ്താൽ പോകുന്നത്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. മേലാൽ കേൾക്കാനുള്ളവരോടും കൂടെയുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അത് വലിയ കുറ്റകരമായ കാര്യമാണ്. കാരണം ദൈവസന്നിധിയിൽ അതിനൊന്നും ന്യായം ലഭിക്കില്ല. അങ്ങനെ ദൈവം ന്യായം കൊടുത്താലോ, ദൈവം കരുണാനിധിയല്ലേ, പിന്നെ വേറെ ഏതാണ്ടൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ഞാനത് വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെ ദൈവം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പരാതിയില്ല കേട്ടോ. പക്ഷെ ഞാൻ പഠിച്ച ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അതിനുള്ള സാധ്യത തുലവും വിരളമാണ്. അതായത് എങ്ങനെ പറയും, 0.00001% പോലും എനിക്ക് പറയാനില്ല. എൻ്റെ ചിന്തയിലും പഠനത്തിലും അതിനുള്ള സാധ്യത കുറവാണ്. വലിയ കുറ്റകരമായ കാര്യമായിട്ട് അത് പരിഗണിക്കപ്പെടും. ശിക്ഷാവിധി കഠിനമായിരിക്കും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാതെ പോകും. പിന്നെ രണ്ടാം പുനരുത്ഥാനത്തിൽ ഉയർത്തു വരും. അങ്ങനെ വരുന്നത് എങ്ങോട്ടാണ്? വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ജഡ്ജ്മെൻറ്റ് സീറ്റിലേക്ക് വരും. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ പോകുന്നത് ലേക്ക് ഓഫ് ഫയറിലേക്കായിരിക്കും. അവിടെ ആയിരിക്കും അന്തം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിത്യത ചെലവഴിക്കുന്ന അവിടെ ആയിരിക്കും. ഈ പൊതുവെ നമ്മുടെ ഇടയിൽ ആളുകളിങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് നിത്യതയെക്കുറിച്ച്. നിത്യതയ്ക്ക് വേണ്ടി കാംക്ഷയുള്ളവരാണ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് പൊതുവെ പറയും. അതൊരു വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യർക്കും നിത്യതയുണ്ട്. എല്ലാവർക്കും നിത്യതയുണ്ട്. അതിനകത്ത് തർക്കത്തിന് കാരണമില്ല. കാരണം ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചവർ അവരുടെ നിത്യത ചെലവഴിക്കുന്ന ക്രിസ്തുവിനോട് കൂടിയായിരിക്കും. അല്ലാതെ ഈ ഭൂമിയിൽ തങ്ങൾക്ക് ബോധിച്ചതുപോലെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച് തങ്ങളുടെ മതപരമായ ആചാരങ്ങളും കർമ്മങ്ങളും കർമാതികർമ്മങ്ങളും ഒക്കെയായിട്ട് സാമ്പ്രാണിയും വെളിച്ചെണ്ണയും പിന്നെ പൂവും കായും ഒക്കെ ആയിട്ട് ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, അത്തരക്കാർ അവരുടെ ഹിതപ്രകാരം അല്ലെങ്കിൽ അവരെ എന്നോ കേട്ട് പഴകിയ പുരാണങ്ങളോ അല്ലെങ്കിൽ പൂർവന്മാർ പറഞ്ഞെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചു പോയവരായിരിക്കാം. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അത്തരക്കാർക്ക് നിത്യതയുണ്ട്. ആ നിത്യത അവർ ചെലവഴിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനവാനോട് കൂടിയായിരിക്കും. ധനവാനെയാണ് നമ്മൾ ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. ധനവാനും അത്തരക്കാരായ ധാരാളം പേരും. ധനമുള്ളവരെല്ലാം അങ്ങോട്ട് പോകുന്നല്ല അർത്ഥം. അദ്ദേഹത്തെയാണല്ലോ നമുക്കൊരു ഉദാഹരണം എന്ന നിലയിൽ എടുത്തു പറയാനായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. ആ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ഞാൻ പ്രസംഗിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ഇടയിലൊക്കെയുള്ള വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് വീണ്ടും ജനിച്ചെന്ന് പറയപ്പെടുന്നവരും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്നാനപ്പെട്ടെന്ന് പറയപ്പെടുന്നവരുമായവരൊക്കെ മുതിർന്നു വന്നിട്ടുണ്ട്. അവർ 20 വയസ്സ്, 25 വയസ്സ്, 22 വയസ്സെന്നൊക്കെയുള്ള റേഞ്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി 30 വരെയൊക്കെ വേണേൽ വിട്ടേക്കാം. അതുവരെയൊക്കെ നമുക്ക് ആ റേഞ്ച് ഒരു 30നും ഒരു 15നും ഇടയ്ക്കുള്ള റേഞ്ചിൽ ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിങ്ങനെയാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു, അയാളുടെ ആത്മാവും പ്രാണനും ഇങ്ങനെയായിരിക്കും, ശരീരം ഇങ്ങനെയായിരിക്കും, പിന്നെ 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 ഓരോന്നും ഇങ്ങനെയാണ് എന്നൊക്കെ അടുക്കും ചിട്ടയോടും കൂടി പറയാൻ അറിയാവുന്ന എത്ര പേര് കാണും? എൻ്റെ അറിവിൽ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. പറയില്ലെന്നല്ല, പറയും. പക്ഷെ വളരെ കൃത്യതയോടുകൂടി കോൺഫിഡൻസോടുകൂടി പറയാൻ അറിയാവുന്ന ആളുകൾ ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ യൗവനക്കാർ ചുരുക്കമായിരിക്കും. തപ്പിത്തടഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെ നമ്മളൊന്ന് എടുത്ത് ചോദിച്ചാൽ മതി, ഉടനെ അവൻ വെപ്രാളപ്പെടും, അങ്ങ് തത്രപ്പാടിലായിപ്പോവും. അങ്ങോട്ടാണോ? കാരണം കോൺക്രീറ്റ് ആയിട്ടുള്ള ബോധ്യങ്ങളില്ല. അവിടെ നിന്നൊരു പ്രസംഗത്തിൽ നിന്നൊരു തുമ്പ് കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്നൊരു പ്രസംഗത്തിൽ നിന്നൊരു തുമ്പ് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം വീണ്ടും ഒരു പഠനത്തിലേക്ക് അങ്ങനെ ആരാ പോകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ പഠിക്കുന്നത്?
സഹോദരങ്ങളെ, ഇത് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, മേലാൽ സംഭവിക്കാനുള്ള കാര്യമല്ലേ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴല്ലേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആവേശം കയറുന്നത്. അതായത് ഏറ്റവും വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ പെന്തിക്കോസി വന്നു എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്താ? മരണം നീങ്ങി തൽസ്ഥാനത്തേക്ക് ജീവൻ വന്നു. അതുകൊണ്ട് നമ്മൾ മരണത്തെ വെല്ലുവിളിക്കുന്നവരാണ്. നാം മരണമില്ലായ്മയിലേക്ക് കടന്നിരിക്കുന്നു. കാഹളം ധരിച്ചതിന് ശേഷമല്ല, ഓൾറെഡി നാം മരണമില്ലായ്മയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ജീവൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നു. ആ ഒറ്റ കാര്യം ഓർക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ഇച്ചിരി അങ്ങ് മാറ്റി വെച്ചിട്ട് സന്തോഷിക്കാൻ മേലെ. ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രസംഗിക്കുകയും വിശുദ്ധന്മാരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ ഉത്സാഹിക്കുന്ന ഒരു ഭോഷനാണ്. ചില സമയത്ത് ആളുകൾക്ക് തോന്നി, ഇങ്ങനെ എന്ത് പൊട്ടത്തരമായി പറയുന്നത്. ഈ ആളുകൾക്ക് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ ലോകപരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ണാലെ കാണണം. അതൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു ആവേശം കയറും. കൊള്ളാം, ഞങ്ങളുടെ ദൈവം നല്ലവനും വിശ്വസ്തനുമാണ്, ഞങ്ങളുടെ ദൈവം കണ്ടോ ഇതൊക്കെ തന്നത് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഞങ്ങളെയൊക്കെ തടുത്തു കൂട്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, അങ്ങനെ കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഞങ്ങൾ വന്നപ്പോൾ ഒന്നുമില്ലാതെ വന്നതാണ്, മോർഗേജ് വഴിയാണെങ്കിൽ തന്നെയും ഞങ്ങളിതാ ഇവിടെ ന്യൂസിലാൻഡിലൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു, അതിൻ്റെ താഴെ 4 ടയറുള്ള ഒരു കാർ ഇതാ വിശ്രമിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുതലുകളാണ്, കണ്ണാലെ ഞങ്ങൾ കാണുകയാണ്, ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കണ്ടതും എന്നൊക്കെ പറഞ്ഞാണ് ആവേശം കൊള്ളുന്നത്. അതേസമയത്ത് യഥാർത്ഥ സത്യക്രിസ്ത്യാനിയെക്കുറിച്ച് പുസ്തകം പറയുന്ന ഡെഫിനേഷൻ എന്താ? അവൻ കാണാത്ത കാര്യങ്ങളിൽ ആശ്ചര്യം കൂറുന്നവനാണ്. കാണാത്ത കാര്യങ്ങളെ ആത്മകണ്ണുകൊണ്ട് കണ്ട് ആത്മാവിൽ നിർവൃതി അടഞ്ഞുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അതിനുവേണ്ടി നോക്കിപ്പാർത്തുകൊണ്ട് ഞെരക്കത്തോടെ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരുവനല്ലേ ഒരു സത്യക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ അവൻ അപ്പാർട്ട്മെൻറ്റ് കണ്ടതിൻ്റെ പേരിലോ BMW കണ്ടതിൻ്റെ പേരിലോ BYD കണ്ടതിൻ്റെ പേരിലോ അല്ലോ ആണോ അവന് കോൾമയിൽ കൊള്ളുന്നത്? അതൊക്കെ കാണുമ്പോഴാണോ അവൻ ആവേശം കയറുന്നത്? അതൊന്നും അല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ പോകുമ്പോൾ ഈ ഞെരക്കം വർദ്ധിക്കും. പൗലോസ് പറയുന്ന പോലെ, പൗലോസിൻ്റെ പറച്ചിലൊക്കെ ഈ ധ്യാനത്തിൽ വരും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് വാഞ്ചയുണ്ടെന്നുള്ള കാര്യമൊക്കെ, അതൊക്കെ ഇത്തരം ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ വരേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ അതൊക്കെ കടന്നു വരികയാണെങ്കിൽ നമ്മളും ചിന്തിക്കുകയാണ്, ഇപ്പോൾ എത്രയായി? സമയമല്ല ഞാൻ നോക്കിയത്. അതായത് ഇപ്പോൾ എത്രയായി എന്ന്, ഇനി എത്ര കാണുമെന്ന് കാൽക്കുലേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. കാൽക്കുലേറ്ററിൽ എടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എത്രയുണ്ടെന്നുള്ളത്. കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പടപടാന്ന് അത് പുറത്തേക്ക് വരും. അപ്പോൾ ആ ഡിജിറ്റിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നോക്കണം. ഡിജിറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരും. അതിനകത്ത് തെളിഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞെരക്കം വർദ്ധിക്കും. വർദ്ധിക്കേണ്ടതാണ്, നോർമലി വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഞെരക്കമൊന്നും ആർക്കും അധികം വർദ്ധിക്കുന്നില്ല. അപ്പോൾ സത്യക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഞെരക്കം വർദ്ധിക്കും. ഒരു മുഴക്കം എപ്പോഴും ഇങ്ങനെ, ചെറിയ മുഴക്കം, വലിയ മുഴക്കമല്ല. അതായത് ഈ കാതിൽ മുഴക്കം എന്ന് വെച്ചാൽ ചില വെടിക്കെട്ടും അല്ലെ തൃശ്ശൂർ പൂരത്തിനൊക്കെ അവിടെ പോയി നിന്നിട്ട് വരികയാണെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഒരു മുഴക്കം കാണും, കാതിലൊരു മുഴക്കം. ആ മുഴക്കമല്ല ഞാൻ പറഞ്ഞത്. കാഹളത്തെക്കുറിച്ചുള്ളൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മഹത്വപൂർണമായൊരു ഉൾപ്രാവണത്തിന് സമയമായിരിക്കുന്നു എന്ന ചിന്ത ഭരിക്കുമ്പോൾ ചെറിയ തോതിൽ അതിൻ്റെ ഒരു മൂളിച്ച ഇങ്ങനെ വരും. പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പിള്ളേരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ഈ ചെവി അതിനോട് ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദൂരേന്ന് ട്രെയിൻ വരികയാണെങ്കിൽ അപകടകരമായ കാര്യമാണ് കേട്ടോ. അതൊക്കെ പിള്ളേരുടെ ഇടയിലെ സംസാരമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ മുഴക്കം കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാനേതായാലും പരീക്ഷിച്ച ആളല്ല, എനിക്കൊട്ട് അറിയുകയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ട്രെയിൻ കണ്ടിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിള്ളേരുടെ ഇടയിൽ, പിള്ളേർ സെറ്റിനിടയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൂരേന്ന് വരുന്ന ട്രെയിനിൻ്റെ മുഴക്കമോ അനക്കമോ ഇവിടെ നമുക്ക് അനുഭവപ്പെടുമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വിശുദ്ധന്മാർക്ക് ആ ഒരു തിരിച്ചറിവ് അല്ലേ, ഈ മൃഗങ്ങൾക്കൊക്കെ പ്രകൃതിയിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അവരതിൻ്റേതായ ചലനങ്ങളൊക്കെ കാണിക്കുകയും ശബ്ദം പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സത്യക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കാഹളം ധ്വനിക്കാൻ കാലമാകുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞരക്കം വർദ്ധിക്കുകയും ഈ മുഴക്കം അകത്ത്, വലിയ മുഴക്കം അല്ലേ പോലും ചെറിയ മുഴക്കമൊക്കെ വരില്ലേ,
അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പലവിധമായ ഗുണഗണങ്ങളാണ് അതിലൂടെ ലഭിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മറു സൈഡിൽ നമ്മൾ ഈ മെസ്സേജൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നിമിത്തം ഏതെങ്കിലും യൗവനക്കാരൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മളായിരിക്കുന്ന വിശ്വാസ വഴികൾ, അതിൻ്റെ രീതികൾ ഇങ്ങനെയാണ്, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് അവർ കടന്നു വരും. അതിലൂടെ അവരുടെ വിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ എന്താ ചെയ്യേണ്ടത്? സത്യവചനം പ്രസംഗിക്കുക, നിർമ്മലമായ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുക. അപ്പോൾ കേൾവിക്കാരൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു വരും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് ലോകത്തെ പണ്ഡിതരായ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു സംസാരം ഞാൻ കേട്ടിട്ടുള്ളത്, എപ്പിസ്കോപ്പൽ സഭകൾക്കൊക്കെ അഥവാ പട്ടത്ത സഭകൾക്കൊക്കെ വിശ്വാസ പ്രമാണം അവർ ഏറ്റുചൊല്ലുന്ന ഒരു രീതിയുണ്ട്. വിശ്വാസ പ്രമാണം നമ്മുടെ ഇടയിൽ അങ്ങനെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്ന ഒരു രീതിയില്ല. അങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ ഇടയ്ക്ക് ഏറ്റുചൊല്ലണം. അവർക്കാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒരു വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലും. അപ്പോൾ ഈ ഇടക്കാലത്ത് ഒരു വിരുദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അമേരിക്കയിലെങ്ങാണ്ടുള്ള അലക്കവും കുളിക്കുകയും ചെയ്യാത്തൊരു ചങ്ങാതി പണ്ട് പെന്തക്കോസ്തിലുണ്ടായിരുന്നു. അലക്കവും കുളിക്കുകയും ചെയ്യാത്തതുകൊണ്ട് പുള്ളിയെ പുറത്തു വിട്ടതല്ല, പുള്ളി ഏതൊക്കെയോ കാരണങ്ങളാൽ തലതിരിഞ്ഞു പോയി. അങ്ങനെ തലതിരിഞ്ഞു പോയതിന് ശേഷം പുള്ളി ഒത്തിരി ആൾക്കാരെ പുള്ളിയുടെ താവളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒത്തിരിയൊന്നുമില്ലേ പോലും കുറച്ച് ആളുകളെയൊക്കെ ആകർഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ പുറത്തു പോയിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ പെന്തക്കോസ്തിലെ പണ്ഡിതന്മാർക്കും പാസ്റ്റേഴ്സിനും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കും ഞെട്ടലുളവായി. കാരണം പുറത്തിറങ്ങി എന്നിട്ട് പറയുന്നത് തന്നെ ലോകമണ്ടത്തരം. അപ്പോൾ അകത്ത് നിന്നിപ്പോൾ ഇവൻ ആരായിരുന്നു, ഇവൻ എന്തായിരുന്നു, ഇവൻ്റെ ആകത്തുക എന്താണെന്നുള്ളത് ലോക്കൽ പാസ്റ്റർ അന്വേഷിച്ചില്ല, ശുശ്രൂഷകരാരും അതൊന്നും അന്വേഷിച്ചില്ല. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ, ഇപ്പം 100 ഇനി 500 ആക്കണം, 500 1000 ആക്കണം, 1000 5000 ആക്കണം. 5000 എന്ന് വെച്ചാൽ കാശിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ആളെണ്ണം. ഞങ്ങളുടെ സഭയിൽ ആൾ കൂടണം, ഞങ്ങളുടെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സഭ എന്നൊക്കെ നാട്ടുകാരോട് വീരസ്യം പറയണം എന്നുള്ള ചിന്തയിലാണ് ഈ പാസ്റ്റർമാർ പരക്കം പാഞ്ഞ് നടക്കുന്നത്. അവർ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നു, സായിപ്പിനെ ഇറക്കുമതി ചെയ്യുന്നു, മദാമേനെയും കൊണ്ടുവരുന്നു. എന്നിട്ട് സെമിനാറുകളിൽ പ്രസംഗിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് സെമിനാറുകളിൽ അവർ പ്രസംഗിക്കുകയാണ് സഭാ വളർച്ചയ്ക്കുള്ള 7 കാരണങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള 12 കുറുക്ക് വഴികൾ, ഇന്ന പോയിൻറ്റ്സ് അല്ല, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആളെ കൂട്ടാനുള്ള പരിപാടിയാണ് സായിപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സായിപ്പിൻ്റെ സഭയിൽ അവിടെ 1.5 ലക്ഷം പേരുണ്ട്. അതിന് 4 വാതിലും 5 വാതിലും കണ്ട. റോക്ക് മ്യൂസിക് താല്പര്യപ്പെടുന്ന ആൾക്കാർ ഈ ഇടതുവശത്തെ വാതിലിലൂടെ വരിക. പോപ്പ് മ്യൂസിക് എന്ന് വെച്ചാൽ അവിടെ പോപ്പ് മ്യൂസിക് ഉണ്ടെന്നല്ല, അത്തരം താല്പര്യങ്ങളുള്ളവർ, അതായത് അതിന് തക്കവണ്ണമായിരിക്കും ആ സ്ഥലങ്ങളിലെ ആരാധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെരുവിരലിൽ നിൽക്കാമെന്ന് ചുരുക്കം. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ചർച്ച് എന്ന് പറയുന്നത് ഏതാ, അമേരിക്കയിലെ റിക് വാറൻ്റെ ചർച്ചാണ്, പർപ്പസ് ഡ്രിവൺ ചർച്ച്. അവിടെ നിങ്ങളുടെ അഭിരുചിക്കൊത്ത ആരാധന നിങ്ങൾക്ക് ലഭ്യമാകും, അഭിരുചിക്കൊത്ത വണ്ണമുള്ള മെസ്സേജുകൾ അവിടെ ലഭ്യമാകും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം അവിടെ ലഭ്യമാകും. നിങ്ങൾ കൂൾ ഡ്രിങ്ക്സ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്, നിങ്ങൾ ഇച്ചിരി ചൂടുള്ളതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചൂടുള്ളത്, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, ഇതിൻ്റെ ഇടയിലെല്ലാം കിട്ടും. നിങ്ങൾ ചുമ്മാ വന്നിട്ട് പാട്ടും പാടിയിട്ട് പൊടിയും തട്ടി വീട്ടിൽ പോവല്ല. നിങ്ങളുടെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും എല്ലാം വേണ്ടിയത് അവിടെയുണ്ട്, അതെല്ലാം അവർ തന്നുവിടും. അത്തരക്കാരെയൊക്കെ ഇറക്കുമതി ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു സെമിനാറിൽ പങ്കെടുത്ത മഹാനാണ്, അതുകൊണ്ടാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. നമ്മുടെ കൊച്ചിയിൽ ഒരു പ്രസിദ്ധമായൊരു ഹോട്ടലുണ്ട്, പ്രസിഡൻസി എന്ന് പറയുന്നത്. MG റോട്ടിലും പനമ്പള്ളി നഗറിലും ഉണ്ട് ഹോട്ടൽ. അതെനിക്ക് തോന്നുന്നത് 3 സ്റ്റാറോ 5 സ്റ്റാറോ അങ്ങനെ മറ്റോ ആണ്. അപ്പോൾ എന്തായാലും ഈ സായിപ്പിൻ്റെ പ്രോഗ്രാമിന് ഇപ്പോഴൊന്നുമല്ല, ഒരു 25 വർഷം പുറകിലത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ അന്ന് പോയി അവിടുത്തെ ഇത്തിരി 5 സ്റ്റാർ ഫുഡൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിച്ച് സായിപ്പിൻ്റെ വക ഫുഡും ഇതൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഡീറ്റെയിൽസൊക്കെ തന്നു. സഭാവളർച്ചയാണ്, സഭാവളർച്ച. അങ്ങനെ ആളുകളെ എങ്ങനെ സഭയിൽ എത്തിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഈ വന്നവന് ബോധമുള്ളതാണ്, ഇവൻ സുബോധമുള്ളവനാണോ, ഇവൻ പുറത്തിറങ്ങി നിന്നിട്ട് ഇവൻ എന്താ പറയാൻ പോകുന്നതെന്നൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. അതായത് കരയും കടലും ഒക്കെ കടന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് അവരെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആത്മീയമായി വളർത്തിക്കൊണ്ട് വരണ്ടേ? അതിന് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഈ തലമുറയിൽ അപൂർവം ശുശ്രൂഷകർക്കേ ഉത്സാഹമുള്ളൂ, അപൂർവം പേർക്ക്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് മറ്റിതര ക്രൈസ്തവ സമൂഹങ്ങളെപ്പോലെ ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ തെളിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ
കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? എല്ലാത്തിനെയും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു, അത്രമാത്രം. ഈ എപ്പിസ്കോപ്പൽ സഭകളിലും ഈ പട്ടത്ത സഭകളിലൊക്കെയുള്ള ആടുകളെയൊക്കെ എങ്ങോട്ടാണ് തെളിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാത്തിനെയും മരണത്തിലേക്കാണ് തെളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ വർത്തമാനം പറയുമ്പോൾ പറയും ഞങ്ങൾ വാങ്ങിപ്പോയവർക്ക്. അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോഴാണ് എങ്ങോട്ട് വാങ്ങിപ്പോയി, എവിടേക്ക് പോയി എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടുന്നത്. എനിവേ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ പുറത്തിറങ്ങിപ്പോയ ആളുകൾ പിച്ചുമ്പേയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആളുകളുടെ ഇടയിലെല്ലാം ഒരു ചിന്ത വന്നു, നമ്മുടെ ഇടയിൽ വിശ്വാസ പ്രമാണം ചൊല്ലാത്തതുകൊണ്ടാണോ ആളുകൾ പുറത്തു പോയതെന്ന്. നമ്മുടെ ബുദ്ധിമണ്ഡലം വർക്ക് ചെയ്തപ്പോൾ നമുക്ക് തോന്നി വിശ്വാസ പ്രമാണമൊന്നും ചൊല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പുറത്തു പോകുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലണം, ഈ പ്രമാണങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടൊരു ഒരു ബുക്ക് ഇറക്കണം, ഒരു കിതാബ്. അപ്പോൾ അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതായത് എല്ലാ പെന്തക്കോസ് ഓർഗനൈസേഷൻസിലും ഉള്ള പണ്ഡിതരായ പ്രഗത്ഭരായ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ബുക്ക് ഇറക്കാനായിട്ടുള്ള ഒരു ശ്രമം അതിൻ്റെ അന്തിമ പണിപ്പുരയിലെങ്ങാണ്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ നക്കലൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി ഫൈനൽ പ്രിൻറ്റിങ്ങിലേക്ക് പോയാൽ മതി എന്നാണ് തോന്നുന്നത്. എനിവേ, അപ്പോൾ അങ്ങനെ അത് കുറേ കാലങ്ങൾ കൊണ്ടുള്ള ആ ഒരു വ്യഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ പുസ്തകമൊക്കെ. കുറേ കാലങ്ങളായി ആളുകൾ പുറത്തു പോകുന്നതിൻ്റെ കാരണം വിശ്വാസ പ്രമാണം ചൊല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള ആ ഒരു ധാരണയാണ് വന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ചിന്തിക്കുന്ന പാസ്റ്റേഴ്സിനോടും ഇപ്പോൾ നമ്മുടെ ഇടയിലും ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, പെന്തക്കോസ്തുകാരന് ഇങ്ങനെ ഒരു 3-4 കൊല്ലമല്ലേ ആയുള്ളൂ ഇങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ പ്രിൻ്റ് ചെയ്യണം, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ എപ്പിസ്കോപ്പൽ സമൂഹങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ വിശ്വാസ പ്രമാണം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ വയോധികരായവർ, പ്രായമുള്ള പിതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ മാതാക്കളൊക്കെ മരിക്കുന്ന സമയത്ത്, അല്ലാത്തവരും ആയിക്കോട്ടെ, മരിക്കുന്ന സമയത്ത് ഈ കൂടി നിൽക്കുന്ന മറ്റ് മുതിർന്നവരും ബന്ധുക്കളും എല്ലാം കൂടെ അവിടെ നിന്നുകൊണ്ട് ആ തലയ്ക്ക് നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നൊരു രീതിയുണ്ട്. അത് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ്. വിശ്വാസ പ്രമാണം എല്ലാവരും ഏറ്റുചൊല്ലും. മറ്റേയാൾക്ക് മിണ്ടാൻ പോലും പറ്റില്ലല്ലോ. ഈ കട്ടിലേക്ക് കിടക്കുന്നയാൾക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം മരണാസന്നനായി മരണം കാത്തു കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി ഈ ആളുകളെല്ലാം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു. അതിന് പ്രയോജനം ഉണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം വളരെ റിലീജിയസ് ആയിട്ടുള്ള പിതാക്കന്മാരുണ്ട്, എല്ലാവരുടെയും കുടുംബങ്ങളിലൊക്കെ കാണുമല്ലോ. അവർ പെട്ടെന്ന് പറയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ, ഇനി സമയമില്ല, വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാൻ പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലും. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ പറയപ്പെടുന്ന സമൂഹങ്ങളിലൊക്കെയുള്ള ആളുകൾ അവരുടെ യൗവനപ്രായത്തിൽ മാമോദീസായാൽ അവരുടെ ആ സമൂഹത്തിൻ്റെ ഭാഗമായി തീരുന്നു. അതിൽ ഓർത്തഡോക്സ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ആ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോൾ സ്ഥിരീകരണത്താലും സ്ഥൈര്യലേപനത്താലും അങ്ങനെ പലതിനാലും ആദ്യ കുർബാനയാലും ഒക്കെ അവരവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കിടക്കുന്നു. പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ ഓർത്തഡോക്സിൽ അങ്ങനെയല്ല. 56-ാം ദിവസം തന്നെ പരിശുദ്ധാത്മാവിനെ അവർ കൊടുത്തിരിക്കും. അങ്ങനെ കൊടുത്ത് കുഞ്ഞ് വളർന്നു വരുന്നു. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിന് പിച്ച വയ്ക്കുമ്പോൾ ആദ്യം അമ്മ അച്ഛൻ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് കൊച്ച് സംസാരിക്കാൻ പ്രായമായി തുടങ്ങുന്ന സമയം മുതൽ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലും അല്ലേ? ഒരു 5-8 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പഠിപ്പിക്കുമല്ലേ? ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എവിടെയോ കണ്ടു, യൂട്യൂബിൽ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടതായിട്ടൊരു ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അത് അഭ്യസിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോഴത്തേക്കും പള്ളിപ്പോക്കൊക്കെ കുറയും. പള്ളിപ്പോക്ക് ഘട്ടം ഘട്ടമായിട്ട് കുറയും കൂടുകയൊക്കെ ചെയ്യും. ചിലർ പള്ളിയിൽ പോവും, ചിലർ പോവാതിരിക്കും. ചിലർ 6 മാസത്തിലൊരിക്കൽ പോവും, ചിലർ വർഷത്തിൽ 2 പോവും. അങ്ങനെ പല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചില സ്നേഹിതന്മാർ വർഷത്തിലൊരിക്കലേ പോവുള്ളൂ. അത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച അന്ന് പോയി എല്ലാം കുമ്പിട്ട് കഞ്ഞിയും കുടിച്ച്, അച്ചാറും കഞ്ഞിയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാങ്ങാച്ചാറായിരിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് തിരിച്ചു വരും. മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആ ചിന്തയിലൊന്നും അല്ല പോകുന്നത്. പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന ആ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടല്ല പോകുന്നു. പോയതുപോലെ തിരിച്ചു വരുന്നു, കഞ്ഞി കുടിച്ചു. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം ഈസ്റ്ററാന്ന് ഓർത്തോണം. അപ്പോൾ ഈ വെള്ളിയാഴ്ച തിരിച്ചു വന്നതിന് ശേഷം ചിലപ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മുതൽ തുടങ്ങും, പാനോപചാരങ്ങളിലേക്ക് കിടക്കും. അങ്ങനെ ഞായറാഴ്ച ആകുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തും. ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാ? പാപത്തിന് വേണ്ടി. അതൊന്നും ചിന്തിക്കാതെ അപ്പോൾ ഈ പറഞ്ഞു വരുന്നയാൾ വിശ്വാസ പ്രമാണമൊക്കെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാന്നേ.
അപ്പം ഞാൻ പറയുന്നത് എന്താ, ഈ സമൂഹത്തിലൊക്കെ നിരന്തരമായി വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, പക്ഷെ വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഓർഗനൈസേഷനിലുണ്ടായിരിക്കും. കർത്താവിലുള്ള വിശ്വാസമോ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോ ഇങ്ങനെയുള്ള വിശ്വാസമൊന്നും അവരിൽ ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ അരാജകത്വമൊക്കെ ക്രൈസ്തവ ലോകത്ത് കാണുമോ? ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലൽ എന്നുള്ളത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്നുള്ളതാണ് സത്യമായ സത്യം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് പറയും. വിശ്വാസം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത പടി എന്താ? വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവഭയമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നാം ദൈവഭയത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന പലർക്കും ദൈവഭയമുണ്ടോ? കാരണം എന്താ? അത് യാന്ത്രികതയാണ്. യാന്ത്രികമായി ചൊല്ലുകയാണ്. യാന്ത്രികമായി ചൊല്ലി അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ശരിക്കും വിശ്വാസം വർദ്ധിക്കാൻ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം വർദ്ധിക്കാൻ വേറെ ഷോർട്ട് കട്ടുകളില്ല, കുറുക്കുവഴികളൊന്നുമില്ല. ആകെ ഒറ്റ കാര്യമേ ബൈബിൾ പഠിപ്പിക്കുന്നുള്ളൂ. വിശ്വാസ കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സത്യവചനം ഘോഷിക്കുമ്പോൾ, സത്യവചനം ധ്യാനിക്കുമ്പോഴാണ് ഒരുവന് വിശ്വാസം വർദ്ധിക്കുന്നത്. അതല്ലാതെ വിശ്വാസ പ്രമാണം ചൊല്ലിയത് കൊണ്ടോ അപ്പനാപ്പന്മാരായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉരുവിട്ടതുകൊണ്ടോ കൊന്ത എത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം എത്തിച്ചതുകൊണ്ടോ തെള്ളി നീക്കിയതുകൊണ്ടോ ഉന്തി നീക്കിയതുകൊണ്ടോ ഒന്നും ആരുടെയും വിശ്വാസം വർദ്ധിക്കുന്നില്ല. അത് നമ്മുടെ മുമ്പിൽ തെളിവല്ലേ? ഇനി അതിന് വേറെ പ്രത്യേകിച്ച് ഏകാംഗ കമ്മീഷനെ വല്ലതും വെക്കണോ? ഈ കാണായ വലിയ സമൂഹം, ആ വലിയ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക. ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ആളുകൾ നമ്മളെ ചീത്ത വിളിക്കുമായിരിക്കും. പെന്തിക്കോസുകാരൻ ബഹളം ഉണ്ടാക്കുന്നു, ഒച്ച ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ പരിഹസിക്കുകയും പുലഭ്യം പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മളങ്ങ് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരു പഠനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഞാനങ്ങനെ ഇറങ്ങിപ്പോയി പഠിച്ചയാളാണ്. അതുകൊണ്ടാണ് പഠിച്ചയാളെന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഏറ്റുചൊല്ലുന്ന ഈ ആളുകളിലൊന്നും ശരിയായ ദൈവവിശ്വാസമല്ല വർദ്ധിക്കുന്നത്. അവരുടെ ഓർഗനൈസേഷനിലുള്ള ആ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. അതിനോട് ഒരു പറ്റുമാനം അവർക്ക് വരുന്നുണ്ട്. അതിനോട് അവർ കൂടുതൽ അടുക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ വേണേൽ മരിക്കും, അതിനുവേണ്ടി അവർ ചാവേറാകും, അതിനുവേണ്ടി അവർ രക്തസാക്ഷിയാകും. അത് ഗ്യാരണ്ടിയായ കാര്യമാണ്. അല്ലാതെ ക്രിസ്തു നിമിത്തമുള്ള നിന്ന വഹിക്കാനോ ക്രിസ്തു നിമിത്തമുള്ള ആ വിശുദ്ധ ജീവിതത്തിനോ ഇങ്ങനെയുള്ള വാഞ്ചകളൊന്നുമല്ല ഈ ആളുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ചുമ്മാ യാന്ത്രികമായി ചൊല്ലി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, യാന്ത്രികമായി. അപ്പോൾ മറു സൈഡിൽ ഇങ്ങനെ സത്യവചനം പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ വേർപെട്ടവരെന്ന് പറയുന്നത്, വിശേഷാൽ അതിലെ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ. അങ്ങനെയാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കണ്ടേ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള പെയിൻ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ പെന്തിക്കോസുകാരെയും പെയിൻ്റ് അടിക്കാനില്ല, ഒരുത്തനെയും പെയിൻ്റ് അടിക്കാനില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് സത്യവചനം ഘോഷിച്ചിരുന്നു. ആ ഘോഷിച്ചിരുന്ന കാലത്ത് ജനത്തിന് വിശ്വാസം വർദ്ധിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ജനത്തിന് മരണത്തെ ഭയമില്ലായിരുന്നു, മരണഭീതി ഇല്ലായിരുന്നു. രക്ഷയിലേക്ക് വന്നവന് മരണഭീതി ഉണ്ടോ? മരണത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവരായിരുന്നു പൂർവന്മാരായ പിതാക്കന്മാർ. അപ്പോൾ ഞാൻ രണ്ട് കൂട്ടരെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കൂട്ടം എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ആൾക്കാർ യാന്ത്രികമായി വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, പക്ഷെ വിശ്വാസം വർദ്ധിക്കുന്നില്ല, വിശ്വാസം അങ്കുരിക്കുന്നില്ല. മറു സൈഡിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടെന്ന് പറയുന്നവരായ ഒരു വലിയ സമൂഹം, അതായത് വേർപെട്ടവർ, വിശേഷാൽ അതിലെ പെന്തിക്കോസ്തുകാരെന്നൊക്കെ പറയുന്നവർ, അവരുടെയും വിശ്വാസം വർദ്ധിക്കുന്നില്ല. കാരണം എന്താ? ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽ അത് വേണ്ട വിധത്തിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ. കാരണം ഇത്രയേ ഉള്ളൂ, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നില്ല, പകരം മനുഷ്യൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നു. ഇപ്പം ഞാനൊരു വാക്യമാണ് കോട്ട് ചെയ്ത്, 1 തെസ്സലോനിക്ക ലേഖനം 2:13. ആ വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക ലേഖനം 2:13, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2:13. അറിയാവുന്നതും പരിചിതമായ വാക്യം തന്നെയാണ്. സന്ദർഭവശാലെന്ന് പറഞ്ഞെന്ന് മാത്രം. വാക്യം എല്ലാവരും ഒന്ന് കേട്ടുകൊള്ളട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കണമെങ്കിൽ, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, വിശ്വാസം അങ്കുരിക്കണമെങ്കിൽ സാക്ഷാലാകുന്നത് പോലെ പ്രസംഗിക്കണം. സത്യവചനം പ്രസംഗിക്കണം, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം. ഒരു തുള്ളി വെള്ളം അതിനകത്ത് ചേർക്കാൻ പാടില്ല. പൗലോസ് പറയുന്ന പോലെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. മുഖം നോക്കരുത്.
അതായത് അതിനകത്ത് തേൻ ചേർക്കരുത്. ഭോജനയാഗത്തിൽ എന്ത് ചേർക്കരുതെന്നാണ് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത്? തേൻ ചേർക്കരുതെന്നാണ്. മുഖസ്തുതിയും ചക്രവാക്കൊന്നും ശുശ്രൂഷകൻ പ്രയോഗിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോഗിച്ചാൽ ഈ വചനത്തിൻ്റെ ശക്തി കെട്ടുപോകും. കേട്ടുപോയി കഴിഞ്ഞാൽ അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാവും, അതിന് പ്രയോജനമില്ലാതെ പോവും, അതിൽ നിന്ന് ജീവൻ വെളിപ്പെടില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അനേകർ പ്രസംഗിക്കുന്നുണ്ട്, അനേകർ കാര്യങ്ങളെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വ്യാപകമായ നിലയിൽ വിശ്വാസമായി പരിണമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ സത്യം. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട നിലയിൽ വിശുദ്ധന്മാരുടെ ഇടയിലും സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന വിശുദ്ധന്മാരുടെ ഇടയിലും സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ചെറിയൊരു രാജ്യമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ചെറിയൊരു രാജ്യം, ഏതാണ്ട് ഒരു 30-40 കിലോമീറ്റർ റേഡിയസേ അതിനുള്ളൂ. ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ച്, ആ ചർച്ചിലെ ഒരു വിശ്വാസി, ആ വിശ്വാസി എന്ന് പറയുന്ന ആൾ ചുമ്മാ ഒരു വിശ്വാസി മാത്രമല്ല, ആ ചർച്ചിലെ ഒരു പ്രധാനിയാണ്. പുള്ളി പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ആത്മീയ കാര്യത്തിൽ വളരെ ഉത്സാഹിയായ ഒരു സഹോദരിയാണ്. ആ സഹോദരി മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സഹോദരനും തത്തുല്യമായ എന്തോ ഒരു പോസ്റ്റിലാണ്, വലിയ പോസ്റ്റിലോ മറ്റോ ആണ് അദ്ദേഹം ഇരിക്കുന്നത്, ചെറിയ പോസ്റ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെ 2 കുട്ടികളും ഉണ്ട് അവർക്ക്. ആ സഹോദരി ജോലിക്ക് പോയ സമയത്ത് ഈ കുട്ടികൾ രണ്ടും വീട്ടിലുള്ളപ്പോൾ ഈ സഹോദരൻ കടുങ്കൈ ചെയ്തു. ആ ദേശത്തുള്ള സകല പ്രവാസികളും അറിയുമല്ലോ, ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, എല്ലാത്തരം ആൾക്കാരും അറിയും. അറബികൾ പറഞ്ഞു കേട്ടോ, അറബികൾ പറഞ്ഞു. കാരണം ഇത് പിന്നെ കെട്ടിയിറക്കി സൽമാനിയയിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. സൽമാനിയയിലെ ഡോക്ടർമാർ മുഴുവനും അറിയും, അവിടുത്തെ അറബികൾ അറിയും, സകല പുള്ളികളും അറിയും. പിന്നെ അതിൻ്റെ പോലീസ് അധികാരികളുടെ അതിലൂടെയൊക്കെ അല്ലേ കയറി ഇറങ്ങി വരുന്നത്. പോലീസ് സ്റ്റേഷനിലെല്ലാം മലയാളിയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അവിടെ അറബികളും പിന്നെ കണ്ട സിറിയക്കാരും പാകിസ്ഥാനികളും അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ മഹസർ തയ്യാറാക്കാൻ പോയവൻ സിറിയൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവനോ അല്ലെങ്കിൽ ഈജിപ്തുകാരനോ അവരെയൊക്കെ അവർ പോലീസിലെടുക്കും. ഈ പറഞ്ഞ രാജ്യത്തൊക്കെ അത്തരക്കാരെയൊക്കെ പോലീസിലെടുക്കും. കാരണം അവരെല്ലാം ഒരു മതക്കാരായതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. എന്തായാലും ഒരു സിറിയക്കാരനാണെന്ന് വിചാരിച്ചോ. ആ സിറിയക്കാരൻ ഈ മഹസർ എഴുതാൻ വരുമ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിയിട്ടതൊക്കെ നോക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടെല്ലാം എഴുതി വരുമ്പോൾ ക്രിസ്ത്യൻ, പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ താഴെ അടുത്ത കോളത്തിൽ എഴുതുമ്പോൾ പെന്തക്കോസ്റ്റൽ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ആഹാ ഇവരല്ലേ ഈ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നാ ഇങ്ങനെ അവസാനിപ്പിച്ചെന്നൊരു ചോദ്യം സിറിയക്കാരൻ ചോദിക്കില്ലേ? അതിന് സഹായിയായിട്ട് വന്ന മറ്റേ പോലീസുകാരൻ, അവൻ ഈജിപ്തുകാരനാണ്, അവനും ചോദിക്കില്ലേ? അവരുടെ ദേശത്തല്ലേ കോപ്റ്റിക് ചർച്ചൊക്കെ ഉള്ളത്, സിറിയയിലല്ലേ നമ്മുടെ അന്ത്യോക്യക്കാരുടെ കൂട്ടമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ വേണേൽ ചോദിക്കാം. കാര്യം അവർ മുസ്ലിങ്ങളോ അറബികളോ ഒക്കെ ആയിരിക്കാം, എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ഇങ്ങനൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ വീണ്ടും ജനിച്ചവരാണ്, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്, ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ്, ആ സിംഹാസനത്തിന് മുമ്പാകെ നീതിയുള്ള ജഡ്ജ്മെൻറ്റ്സ് മാത്രമേ വരികയുള്ളൂ, സിംഹാസനത്തിന് മുമ്പാകെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സീയാണ് കാണുന്നത്, അതായത് പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അർത്ഥം അവിടെ നിന്ന് സുതാര്യമായ ജഡ്ജ്മെൻറ്റ്സാണ് വരികയുള്ളൂ, അല്ലാതെ ശുപാർശകളൊന്നും അവിടെ നടപ്പില്ല. അവിടെ ഈ പറയുന്ന ഒപ്പീസും ഹരിതയും പരിപാടിയൊന്നും നടക്കില്ല. അവിടെ നിന്ന് സുതാര്യമായ ജഡ്ജ്മെൻറ്റ്സേ വരികയുള്ളൂ, മുഖപക്ഷമില്ല. അവിടെ ഓർത്തഡോക്സ് എന്നോ പെന്തിക്കോസ് എന്നോ ഒന്നും നോക്കില്ല. പ്രമാണം സൂക്ഷിക്കാത്തവൻ എന്തെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? സദൃശവാക്യം 7:2, ചാപ്റ്റർ 7:2. ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും നിൻ്റെ കണ്ണിൻ്റെ കൺമണി പോലെ സൂക്ഷിച്ചുകൊള്ളുക. അത്ര കെയർഫുള്ളായിരിക്കണം ജീവിച്ചിരിക്കേണ്ടതിന്. നീ ആ സൂക്ഷ്മതയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നീ ഒരു മുഴം കയറിൽ പരിപാടി അവസാനിപ്പിക്കും. ആ ഫ്ലാറ്റിലുള്ള സകല ആൾക്കാർ, അവിടെ ഹിന്ദുക്കളുണ്ട്, കോഴിക്കോടുകാർ ഹിന്ദുക്കളുണ്ട്, അവിടെ കൊല്ലംകാർ മുസ്ലിങ്ങളുണ്ട്, അവിടെ ആലപ്പുഴക്കാർ ഹിന്ദുക്കളുണ്ട്, അവിടെ പത്തനംതിട്ടക്കാരൻ ഓർത്തഡോക്സുകാരനുണ്ട്, അവിടെ എല്ലാത്തരം ആൾക്കാരില്ലേ ഈ ഫ്ലാറ്റിൽ, സകല ആൾക്കാരുമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്നത് ആരാ? സിറിയക്കാരനോ പാകിസ്ഥാനിയോ ഒക്കെ ആയിരിക്കും. അവന് തിരിച്ചും മറിച്ചോട്ട് നോക്കുമ്പോൾ അവൻ ചോദിക്കില്ലേ ഇത് എന്നെ ഇടപാട്, എന്നെ പരിപാടി എന്ന് ചോദിക്കില്ലേ? എന്താ സംഭവിച്ചത്? പ്രമാണത്തെ മുറുകെ പിടിച്ചില്ല, ദൈവത്തെ ഭയപ്പെട്ടില്ല, വിശ്വാസം വർദ്ധിച്ചില്ലെന്നേ. അതിനുള്ള വചനമൊന്നുമല്ല അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായിട്ട് എനിക്കറിയാം.
ചുമ്മാ ഗസ്റ്റുകൾ എല്ലാ ആഴ്ചയിലും വരും. ഇപ്പോൾ ഇവിടെ വിദേശികളൊക്കെ ഇരിക്കുന്നുണ്ടാകും കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അതായത് അവിടെ ആ ചർച്ചിൽ ആ 100-400 പേരുള്ള ചർച്ചിനകത്ത് ഗസ്റ്റുകൾ സ്വാഭാവികമാണല്ലോ. എല്ലാ ആഴ്ചയിലും ക്യൂ ലൈനിലാണ് ഗസ്റ്റുകൾ. അവർക്കെല്ലാം 2 മിനിറ്റ് 3 മിനിറ്റ് കിട്ടിയാൽ മതി, അവസാനം ഒരു ചെക്ക് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നവരവർ സാധുക്കൾ. ആ ദേശത്ത് ഞാനൊരു 4-5 കൊല്ലം പോയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ചിന്ത. 3 4 5 എത്രയോ കൊല്ലം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ആ ചർച്ചിൻ്റെ പരിസരത്തൂടെ പോയിട്ടുണ്ട്, അതിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മാത്രം. അതിനകത്തൊന്നും കയറാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നിട്ടില്ല. അതിന് താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു അച്ചടക്കത്തിലൊന്നും അല്ലെന്ന് ഇവരൊക്കെ പോകുന്നത്. ഇവർ ഈ വരുന്നവരെയും പോകുന്നവരെയൊക്കെ സൂചിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. പിന്നെ ലോക്കൽ ശുശ്രൂഷകനെ സംബന്ധിച്ച് എല്ലാവരും തൃപ്തിപ്പെടുത്തി ഒരു ആഷ്പോഷായിട്ട് ഇങ്ങനെ ശാന്തമേ സുഖമാണു, സൂസമേ സുഖമാണു അങ്ങനെയൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂറും കളയും. 1 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ പോകും. അത്ര തന്നെ. കയറെടുക്കുക എന്നീ ആളുകൾ കയറെടുക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം നമ്മൾ ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാനങ്ങ് വിശദീകരിച്ച് പോയതാണ്, പലതും ഓർമ്മയിൽ നിന്നതുകൊണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞില്ല, ഒരു പാസ്റ്റർ പരിപാടി അവസാനിപ്പിച്ച കാര്യം. ഒന്നല്ല, എത്ര പാസ്റ്റർമാർ അവസാനിപ്പിച്ചത് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെന്നറിയാവോ? അതൊന്നും ന്യൂ ജനറേഷനൊന്നും അല്ല. ഇനി അതൊന്നും പറഞ്ഞ് ആരും വരണ്ട. ഇവിടുത്തെ പാരമ്പര്യ പെന്തിക്കോസുകാരുടെ ഇടയിലെ പാസ്റ്റർമാർ പരിപാടി അവസാനിപ്പിച്ച കാര്യമാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താ? കാരണം വിശ്വാസമില്ലായ്മയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, സ്റ്റക്കായി പോവുകയാണ്. അടുത്ത ചുവട് എന്തെന്നൊന്നും പിടികിട്ടാതെ വരുമ്പോൾ അപ്സെറ്റായി പോവുകയാണ്. എന്നാൽ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നാ ചിന്തിക്കുന്നത്. അങ്ങനെ അപ്സെറ്റ് ആകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിനൊരു നീക്കുപോക്കില്ലേ? ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ദേശത്ത്, അതായത് എറണാകുളം ജില്ലയിൽ വാഴക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മൂവാറ്റുപുഴയ്ക്കടുത്ത്. ആ വാഴക്കുളത്തെ കത്തോലിക്ക പള്ളി, അതായത് ഫൊറോന പള്ളിയാണ്, ഭയങ്കര പള്ളിയാണ്. ആ പള്ളിയിലെ പുരോഹിതൻ, ഏതാണ്ട് 65-68 വയസ്സോ മറ്റോ വരുന്ന ആ പുരോഹിതൻ പരിപാടി അവസാനിപ്പിച്ചു. അതിന് കാരണങ്ങൾ വല്ലതുമൊക്കെ കാണുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന കാരണം അദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ട്. ആ അസുഖം അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ക്യൂറാകുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല, ഭേദമാകുന്നില്ല. എന്നാൽ പിന്നെ ഇനി അസുഖമായിട്ട് ഇനി എന്തിന് ജീവിക്കുന്നു? അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. കുറേ കാലം മുമ്പ് ഞാൻ ഇതുപോലെ പത്തനാപുരത്താണ് എൻ്റെ ഒരു ചിന്ത. ഒരു ഓർത്തഡോക്സ് ദയറയിൽ അവിടുത്തെ അതിനോടുള്ള ബന്ധത്തിൽ ഒരു കന്യാസ്ത്രീ സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു, കിണറ്റി ചാടി. ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. കിണറ്റി ചാടുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിരുന്നു. കാണുന്നവരെല്ലാം കിണറ്റി ചാടുമായിരുന്നു. കത്തോലിക്ക ഓർത്തഡോക്സ് പള്ളികളുടെ കിണറുകളിലെല്ലാം അവർ ആ സമയത്ത് ഈ ഇരുമ്പ് കൊണ്ടുള്ള മറയിടാൻ ശ്രമിക്കുന്ന ഒരു കാലമായിരുന്നു. എന്തായാലും ഈ കന്യാസ്ത്രീ എടുത്ത് ചാടി. അത് ഇത്തിരി പ്രായമുള്ളൊരു കന്യാസ്ത്രീയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ള ആളല്ല. എന്നാൽ അതിൻ്റെ ന്യൂസ് പുറത്തു വന്നപ്പോൾ ന്യൂസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ആ സഹോദരിക്ക് എന്തോ ശാരീരികമായ ബലഹീനതയുണ്ട്, അസുഖം. ചികിത്സിച്ച് മടുത്തു. അപ്പോൾ അതിന് അവരാഗ്രഹിച്ചതുപോലെ ഒരു വിടുതൽ, അത് നമ്മുടെ ഭാഷയാണല്ലോ വിടുതൽ, അവരാഗ്രഹിച്ചതുപോലെ ഒരു സൗഖ്യം അവർക്ക് ലഭിച്ചില്ല. ആ കാരണത്താൽ പുള്ളിക്കാർ തീരുമാനിച്ചു, ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഞാനിവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്, നിർത്തിയേക്കാം എന്നുള്ള നിലയിൽ പുള്ളിക്കാരി അത് അവസാനിപ്പിച്ചു. നോക്കണം, അവരൊക്കെ ആത്മീയ ലോകത്തുള്ളവരല്ലേ, റിലീജിയസ് പീപ്പിളല്ലേ. ആത്മീയ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും അതിൻ്റെ ആചാര മര്യാദകളും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഇപ്പം ഈ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരാണ് ശരിക്കും പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കൈ പിടിപ്പിച്ച് ഈ ബൈബിൾ എഴുതിപ്പിച്ചത്. ആ സമൂഹത്തിൽപ്പെട്ടവരാണ്, അവരല്ലേ എഴുതിപ്പിച്ചത്. പത്രോസിൻ്റെ കയ്യിൽ പേന എടുത്തു കൊടുത്തതും പൗലോസിന് പേപ്പർ കൊടുത്തതും ഒക്കെയായ ആൾക്കാരാണ് അവർ. അവരച്ചടിച്ച് അവരെഴുതിയ ബൈബിളും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നത്. ചില സമയത്ത് നമുക്ക് തന്നെ എൻ്റെ ദൈവമേ, അവരുടെ ആ കരുതൽ സ്നേഹവും നമ്മളോടൊക്കെയുള്ള. അവരെന്നാ പേപ്പർ എടുത്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ പൗലോസ് എങ്ങനെ എഴുതുമായിരുന്നു? അവരാ പേന കൊടുത്തില്ലായിരുന്നെങ്കിൽ പത്രോസ് എങ്ങനെ എഴുതും? അങ്ങനെ അവർ അധ്വാനിച്ച് അവർ ഉത്സാഹിച്ച് എഴുതിപ്പിച്ച ബൈബിളും അതൊക്കെ വെച്ചാൽ നമ്മളിന്ന് പ്രസംഗിക്കുന്നത്. പക്ഷേ ആ ബൈബിളിൽ നിന്ന് ആ വാത്സല്യ സഹോദരിക്കും ഞാൻ പറഞ്ഞ പുരോഹിതനും ഒന്നും അത് വേണ്ട വിധത്തിൽ പ്രയോജനം ചെയ്തില്ല. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അവരെ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. കേൾക്കുന്ന ആർക്കും അങ്ങനെ ഒരു ചിന്ത പോലും വരരുത്, അശേഷം വരരുത്. മരിച്ചുപോയ വ്യക്തികളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സൂയിസൈഡിൻ്റെ കാര്യമൊക്കെ ആ സമയത്ത് കേട്ട മാത്രയിൽ, അതായത് ചില മണിക്കൂറുകൾക്കകം ഞാൻ കേട്ടതാണത്. ആ സമയത്ത് ഉള്ളിലുണ്ടാകുന്ന ഒരു വ്യഥയെന്ന് പറയുന്നത് ഒരു മുറിവാണ് വരുന്നത്. ദൈവമേ,
എന്നെപ്പോലെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ജീവിതം മടുത്ത് അവസാനിപ്പിച്ചു പോയിരിക്കുകയാണ്. ഒരാൾ പറയുന്നു അദ്ദേഹത്തിന് രോഗസൗഖ്യം കിട്ടിയില്ല, മറ്റൊരാൾ എന്തോ നൈരാശ്യത്തിൻ്റെ പേരിൽ, വേറൊരാൾ വേറെ എന്തോ കാര്യത്തിൻ്റെ പേരിൽ, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ സംസാരം വരാനായിട്ടുണ്ടായ കാരണം എന്താ? ഇപ്പോൾ ഒരു വാക്യം വായിച്ചു തെസ്സലോനിക്ക ലേഖനത്തിൽ. ആ വാക്യത്തിൻ്റെ പ്രസക്തി എന്താ? അതായത് സത്യവചനം പ്രസംഗിക്കപ്പെടുന്നില്ല. ശരിയാവണ്ണം വചനം പ്രസംഗിക്കപ്പെട്ട ആ വചനപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആളുകൾ മുന്നോട്ട് പോകുന്നില്ല എന്ന കാരണത്താലാണ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള അപജയങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഇടയിൽ തുറന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ആദ്യം പറഞ്ഞത് എന്താ? എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ളവർ നിരന്തരം നാഴിക്ക് 40 തൊട്ട് അവർ വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റുചൊല്ലുന്നുണ്ട്. ആ ഏറ്റുചൊല്ലുന്നത് കൊണ്ട് ദൈവഭയമോ വിശ്വാസം വർദ്ധിക്കുകയോ അങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ, ഇന്നാണോ നാളെയാണെന്ന് എനിക്ക് തോന്നുന്നത്, മലങ്കരയുടെ പുതിയ കാതോലിക്കയെ വാഴിക്കുകയാണ് അങ്ങ് ലെബനോനിൽ. അതായത് ഇവിടെ നിലവിലൊരു കാതോലിക്കയുണ്ട്, അത് ഓർത്തഡോക്സുകാരുടെ ഇടയിൽ. മറ്റൊരു കാതോലിക്ക പാത്രിയാർക്കീസ് പക്ഷക്കാർ വാഴിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ദൈവമേ, അതായത് നമ്മളിപ്പോൾ അമ്പയാറ്റിൽ കുളിച്ചിട്ട് പിന്നെ മണിമലയാറ്റിലും കൂടെ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നാലാണത് ശരിയാവുകയുള്ളൂ. കാരണം അത് വായിച്ചു പോയതിൻ്റെ പേരിൽ എന്താ ഇവരുടെ ഇടയിലെ വിശ്വാസ പ്രമാണം ഇങ്ങനെ മുഴത്തിന് ഏറ്റുചൊല്ലുന്ന കുഞ്ഞാടുകൾ എഴുതിയിരിക്കുന്ന കമൻസ്, അതായത് കോട്ടയത്തെ കാതോലിക്കെതിരെ മറ്റേ കൂട്ടരും ഇപ്പോൾ ഇനി വാഴിച്ചിറക്കിക്കൊണ്ട് വരാൻ പോകുന്ന കാതോലിക്കെതിരെ ഈ കോട്ടയംകാരും ഒക്കെ എഴുതുന്ന കാര്യങ്ങളാണ്. അയ്യോ, അതിഭയങ്കര ഭയാനകമായ രീതിയിലുള്ള ഒരു തരത്തിലും ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിൽ അവരുടെയൊക്കെ പ്രായത്തെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? നമ്മളൊക്കെ പ്രസംഗത്തിൽ ആശയങ്ങളെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഉപദേശ വിഷയങ്ങളെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ പറയപ്പെടുന്ന പ്രായമുള്ള പുരോഹിതന്മാരെയോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? 6 മാസക്കാലമല്ലേ നമ്മുടെ നാട്ടാശ്ശേരി അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചോദിച്ചും പറഞ്ഞും ഒക്കെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയത്. വളരെ റെസ്പെക്റ്റോടു കൂടിയല്ലേ നമ്മൾ അദ്ദേഹത്തോട് പെരുമാറിയത്. അത് നമ്മളുടെ വാക്കുകളിൽ തന്നെയില്ലേ, നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ലേ? ആശയപരമായി യോജിപ്പില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും കാര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഈ മേൽപ്പെട്ട സ്ഥാനീയരായ ആളുകളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ക്രൂരമായ കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ പ്രാണനെ വെച്ചുകൊണ്ടുള്ളൊരു കളിയല്ലേ കളിക്കുന്നത്. അതായത് കർത്താവും തൻ്റെ അപ്പസ്വലന്മാരും പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാരണത്താൽ ഈ മനുഷ്യർക്കെല്ലാം അവരുടെ നിത്യത നഷ്ടപ്പെടും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ നിത്യത എങ്ങനെ കിട്ടും? പെന്തിക്കോസുകാരുടെ ഇടയിൽ മാത്രം ഉള്ളതെന്ന് ചോദിച്ചാൽ അതിൽ പെന്തിക്കോസിനെയൊന്നും വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. പെന്തിക്കോസിനെയൊക്കെ അതിൻ്റെ പാട്ടിന് വിട്. നിത്യതയോടുള്ള ബന്ധത്തിൽ കർത്താവ് വെച്ചിട്ടുള്ള വ്യവസ്ഥ എന്താ? ഒന്ന് വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കുക എന്ന് പറയുന്ന 56 ദിവസം ഒരു കൊച്ചിൻ്റെ തലയിൽ വെള്ളം തളിക്കുമ്പോൾ പുതുതായി ജനിക്കുമെന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പീരിനെയാണ് ഭൂലോക മണ്ടത്തരമെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് ഈ മനുഷ്യരെ കീഴേ പാതാളത്തിൽ അഥവാ യാതനാസ്ഥലത്ത് അവസാനിപ്പിക്കും, അവിടെ കൊണ്ടുപോയി ഇവരെ എത്തിക്കും എന്നുള്ള ആ കാര്യം നമ്മൾ പറയാൻ കാരണമായത്. ശരിയായ സത്യവചനത്തിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ്? സുവിശേഷം കേൾക്കണം. ആ കേൾക്കുന്ന സുവിശേഷം കൈക്കൊള്ളുമ്പോഴാണ് പുതുതായി ജനിക്കുന്നത്. പൗലോസ് കൊരിന്തിൽ വന്ന് സുവിശേഷം പറഞ്ഞു. കൊരിന്ത്യർ ആ സുവിശേഷം കേട്ട സുവിശേഷം അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചു. ആ സുവിശേഷം അവരങ്ങ് ഏറ്റെടുത്തു, അതങ്ങ് കൈക്കൊണ്ടു, ആ സുവിശേഷം കൈക്കൊണ്ടു. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം ലഭിച്ചു, അധികാരം ലഭിച്ചു. അപ്പോൾ അങ്ങനെ വീണ്ടും ജനനാനുഭവത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് പിന്നീട് വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? സത്യവചനം ഘോഷിച്ചുകൊണ്ടിരിക്കണം, ക്രൂശ് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം ക്രൂശ് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ ആ വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ ഉറച്ചു നിൽക്കും. ഇത്ര വലിയ മരണത്തിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ മേലേ. അതുപോലെ അറിയുന്നവരാണോ ഈ പറയുന്ന എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള ആളുകളൊക്കെ? പൊതുവായി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും, എല്ലാവർക്കും ഒന്നും അതിൻ്റെ ഡെപ്ത് അറിയില്ല. അവർ ആചാരമര്യാദകളിലൊക്കെ മുഴുകിയിരിക്കുന്നവരാണ്. ആചാരമര്യാദകളിലൊക്കെ അവരെല്ലാം എല്ലാം കൃത്യമായിട്ട് ചരട് പിടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. 50 നോമ്പ്, ഇപ്പോൾ 50 നോമ്പിൻ്റെ സമയമല്ലേ, ഇപ്പോൾ ഈ ആഴ്ചയൊന്നും അവർ നെയ്മീൻ വറുത്തതാന്ന് പറഞ്ഞാൽ പോലും തൊടില്ല. നെയ്മീനെ വറുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയും നെയ്മീൻ വേണ്ട, നെയ്മീനൊന്നും തൊടില്ല. പിന്നെ എന്നാ നല്ല പോത്തിറച്ചി വരട്ടിയതാന്ന് പറഞ്ഞാലോ
അതിൻ്റെ മണം മൂക്കിൽ അടിച്ചു കയറിയാൽ പോലും അവർ പറയും ആചാര മര്യാദകളുടെ പേരിൽ ഞങ്ങൾ പോത്തിറച്ചി തിന്നൂല. ഇതിനൊക്കെ എന്തെങ്കിലും ബിബ്ലിക്കലായിട്ടുള്ള അടിസ്ഥാനമുണ്ടോ? ബൈബിളിൽ എങ്ങും നമ്മൾ കാണുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ വെച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടാൽ അവിടെ മുതൽ നിങ്ങൾ 50 ദിവസത്തേക്ക് പിന്നത്തേതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ഇറച്ചി മീനും തിന്നരുത്. ഇറച്ചി മീനും മുട്ടയും, പാൽ കുടിക്കാവുമെന്ന് എനിക്കറിയില്ല, മറന്നുപോയി. അപ്പോൾ ഇറച്ചി മീനും മുട്ടയും ഒന്നും നിങ്ങൾ തിന്നരുത്. അത് കഴിഞ്ഞാൽ പിന്നെ തകർത്തോണം, പിന്നെ നിങ്ങളങ്ങ് തകർത്തോണം. 50-ാം ദിവസം മുതൽ നിങ്ങളങ്ങ് തകർത്തോണം. അങ്ങനെയല്ലോ കർത്താവ് പറഞ്ഞു കൊടുത്തോ? അതിൻ്റെ ഒന്നും ഒരു സൂചനയും ലക്ഷണം പോലും നമ്മുടെ ബൈബിളിലില്ല. അപ്പോൾ ഈ ആചാര മര്യാദകൾക്കൊക്കെ വേണ്ടി ആളുകൾ അഹോരാത്രം അധ്വാനിക്കും, അതിനുവേണ്ടി എന്തും ചെയ്യും. ആചാരം ലംഘിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും. അപ്പം അങ്ങനെയൊക്കെ ഈ ആളുകളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം, കാതോലിക്കയെ വാഴിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ നാളെയോ മറ്റന്നാളോ കാതോലിക്കയെ വാഴിച്ച് പുള്ളീനെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും കശവിശയാവോ, കോട്ടയത്ത് എറണാകുളത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ, അത് അവരൊക്കെ അടുത്ത ജില്ലകളിലേക്ക് വഴി മാറേണ്ടതുണ്ടോ? അവിടെയുള്ള നസ്രാണികൾ നിമിത്തം, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് ഇതര ക്രൈസ്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഗാസയിൽ നിന്ന് ആളുകളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങോട്ട് മാറ്റുകയാണ് ട്രംപ്. അപ്പോൾ ഗാസ എന്നിട്ട് വേണം ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞ പോലെ കോട്ടയത്തും എറണാകുളത്തും രണ്ട് ജില്ലയിലാണ് ഈ കാർമേഘം ഉരുണ്ടുകൂടി നിൽക്കുന്നത്. ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല. വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആൾക്കാരാണ്. അങ്ങനെ അടിതട പരിപാടികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം എല്ലാവരും ഏതെങ്കിലും ഒരു പ്രായത്തിൽ പോയി മരിക്കുമല്ലോ. മരിച്ചു കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മളതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞതാണ്, മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആളുകൾ ചിന്തിക്കുന്നത് എന്താ? ദൈവസ്നേഹവാനാണെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹമല്ലേ പാപത്തിൽ നിന്ന് ഒരുവനെ വിടുവിക്കുന്നത്? തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി തന്നത് ദൈവത്തിൻ്റെ സ്നേഹമല്ലേ? അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് കൃപയാൽ നമ്മെ തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു. ആ സ്നേഹം ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സ്നേഹം നമ്മുടെ മേൽ ജ്വലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ പാതയിലേക്ക് വന്ന നമ്മുടെ മേൽ അവൻ പിടിച്ചിരിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ കൊടിയാണ് പിടിച്ചിരിക്കുന്നത്, അല്ലേ? ആ സ്നേഹത്തിൻ്റെ കൊടി നമ്മുടെ മേൽ പിടിച്ചിരിക്കുകയാണ്. സ്നേഹം നമ്മൾ ആവോളം അനുഭവിക്കുകയല്ലേ, അല്ലേ? കൃപയാൽ നാം അത് അനുഭവിക്കുകയാണ്. അങ്ങനെ അത് അനുഭവിച്ച് മുൻപോട്ട് പോയി നമ്മുടെ ജീവിതം ഇവിടെ ഈ ഭൂമിയിൽ അവസാനിക്കും. അതിനൊരു സമയമുണ്ട്, ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. ആ ഫുൾ സ്റ്റോപ്പ് വീണ് കഴിഞ്ഞാൽ പിന്നത്തേതിൽ പിന്നെ നമ്മൾ കാണുന്നത് 2 കൊരിന്ത്യർ 5:10. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ശരീരത്തിൽ വസിച്ചിരുന്ന കാലത്ത്, ജീവനോടിരുന്ന കാലത്ത്, ഈ ശരീരത്തിലിരുന്ന് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെട്ടു വരും. അങ്ങനെ വെളിപ്പെട്ടു വരുമ്പോൾ അവിടെ ന്യായം വിധിക്കപ്പെടും, വിശുദ്ധന്മാരുടെ ന്യായവിധി. അതേസമയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത്, ശരീരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് സുവിശേഷം നമ്മുടെ അടുക്കലെത്തി, സമീപത്ത് വന്നു. അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, റോമൻസ് ചാപ്റ്റർ 10:8, റോമാലേഖനം 10:8. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. അതായത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ എന്നുവെച്ചാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കും. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിലാണ് ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്ന ഏതൊരുവൻ്റെ ഉള്ളിലും അത് വിശ്വാസമായി വരും. അത് അംഗീകരിക്കണമോ ഏറ്റെടുക്കണമോ എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെയാണല്ലോ പൗലോസ് പറയുന്നത്. അത് അംഗീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് കേൾവിക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ കേൾവിക്കാരനെ പൗരോഹിത്യ ലോകം പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ മണ്ടത്തരം. അതായത് ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് ഈ മാർഗത്തിലേക്ക് വന്ന ആളുകൾ സുവിശേഷം കേട്ട സുവിശേഷം വിശ്വസിച്ച് അങ്ങനെയാണ് ഈ മാർഗത്തിലേക്ക് വന്നത്. എന്നാൽ അങ്ങനെ വന്ന ആളുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി. പിന്നീട് അവരവരുടെ ഭാര്യമാരെയൊക്കെ പരിഗ്രഹിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ വിശ്വസിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ടൊന്നും അങ്ങനെയൊന്നും അവരെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി ഈ ആദ്യം വന്ന അപ്പൻ വിശ്വസിക്കും. അപ്പൻ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് 56-ാം ദിവസം വെള്ളം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ക്രിസ്തീയ ലോകത്തേക്ക് കൊണ്ടുവരാം. ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് ആദ്യ ചുവട് വെച്ച ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കാരാഗ്രഹ പ്രമാണി, നമ്മുടെ പ്രിയങ്കരിയായ ലുധിയ, അതുപോലെ അങ്ങനെ പലരും ഉണ്ടല്ലോ. നമ്മുടെ കൊർനെലിയോസ്,
അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ആദ്യകാലത്ത് ഇറങ്ങി വന്ന ആളുകൾ, തുടക്ക സമയത്ത് വന്ന ഒത്തിരി പേരുണ്ടല്ലോ. ആ 3000 പേര്, പിന്നെ ഒരു 5000 പേര്, ആന്ത്യോക്യയിലെ സഭ ആരംഭിച്ച സമയത്ത് ആദ്യമായി രംഗത്ത് വന്നവർ, പൗലോസിൻ്റെ മിഷൻ യാത്രകളിൽ തുടക്ക സമയത്ത് കടന്നു വന്ന ആളുകൾ, ഇവരൊക്കെ ആദ്യം സ്റ്റെപ്പ് വെച്ച ആൾക്കാരാണ്. അവർക്കൊക്കെ നിർബന്ധമായി അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതുണ്ട്. വിശ്വാസത്താൽ വീണ്ടും ജനനാനുഭവത്തിൽ ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവർക്ക് മക്കളുണ്ടാകും. അവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറ 1000, 2000, 5000, 10,000 കൊല്ലം മുന്നോട്ട് പോയാലും ആ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളൊന്നും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതൊന്നും വിശ്വാസമായി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവരൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവർ ചുമ്മാ കിടന്ന് ഒന്ന് പിടച്ചാൽ മതി. 56 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ കിടന്ന് പിടച്ചാൽ മതി അപ്പൻ്റെ അമ്മയുടെയോ കയ്യിലിരുന്ന്. അപ്പോൾ അച്ഛൻ കുറച്ച് വെള്ളം തളിക്കും. വെള്ളം തളിക്കുമ്പോൾ അദ്ദേഹം ആരാ? ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, അധികാരിയാണ്, മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരിയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. ചുമ്മാ അദ്ദേഹം പറയുന്നതാണ് 2000 കൊല്ലത്തെ കൈവെപ്പിൻ്റെ ആ കഥ പറഞ്ഞ് സ്വയം ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവരെയും പറഞ്ഞ് ധരിപ്പിച്ച് കാലങ്ങളായിട്ട് അവരെ ആ വഞ്ചനയുടെ ലോകത്ത് കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇവർ അധികാരികളാണ്, ജീവൻ്റെ അധികാരി ഇവരാണ്. ഇവർ കൈവറപ്പിക്കുമ്പോഴും ഇവർ വെള്ളം തളിക്കുമ്പോഴും അതിലൂടെ മൂറോൻ പൂശുമ്പോഴും ഒക്കെ കുഞ്ഞിലേക്ക് ജീവനും റൂഹായും ഒക്കെ കടന്നു വരും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യം അതാണോ? സത്യം അതല്ല. അതിൻ്റെ തെളിവെന്താ? നമ്മൾ തന്നെയാണ് തെളിവ്. നമ്മളിങ്ങനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ വന്ന ആൾക്കാരാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ 10-30 വയസ്സ് വരെ ഒരു ജീവൻ്റെ വ്യാപാരം എന്നിലുണ്ടായില്ല. യാതൊരു ആത്മീയമായ ചൈതന്യം ഉണ്ടായില്ല. ദൈവത്തെക്കുറിച്ചൊരു ചിന്തയും വന്നില്ല. ദൈവ ഭയം ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ചെറിയ പ്രായത്തിൽ 5-8 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴൊക്കെ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയ കാലത്ത് ബോധിച്ചതുപോലെ ജീവിച്ചെന്നേ. ബോധിച്ചതുപോലെ ജീവിച്ചു. വർഷത്തിൽ 1-2 ഒക്കെ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലിയിട്ടുണ്ടാവും. 1 2 ആർക്കറിയാം. അങ്ങനെ 1-2 വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റു ചൊല്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ എത്രയോ വർഷങ്ങൾ മുൻപോട്ട് പോയി. ചുമ്മാ വർഷങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു. അങ്ങനെ ആ യാത്രയുടെ ഏതോ ഒരു ദശാസന്ധിയിലാണ് സുവിശേഷം കാതുകളിൽ മുഴങ്ങിയത്. ആ ക്രൂശിതനായ ക്രിസ്തു കൺമുമ്പിലേക്ക് വരികയാണ്. ആ ക്രൂശിൻ്റെ ദർശനം നമ്മെ അടിമുടി മാറ്റിമറിച്ചു. അപ്പം നമ്മുടെ എക്സ്ക്യൂസുകളൊന്നും ആ ക്രൂശിൻ്റെ മുമ്പിൽ വിലപ്പോയില്ല. പാപത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിച്ചു. ഞാനൊരു പാപിയാണ്, കൊടുംപാപിയാണ്, നിത്യ നരകമാണ് എൻ്റെ അവകാശ ദേശം എന്ന തിരിച്ചറിവിലേക്ക് വന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടി രക്ഷകൻ കാൽവറിയിൽ ബലിയായി തീർന്നെന്നുള്ള സദ്വർത്തമാനം കാതുകളിൽ വന്നു. ആ സദ്വർത്തമാനത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്തു. അതേസമയം കാലങ്ങളായിട്ട് കേട്ടിരുന്ന ആ മണ്ടത്തരം, അല്ലെങ്കിൽ ആ വഞ്ചന, എന്തായിരുന്നു ആ വഞ്ചന? ക്രിസ്തീയ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ മാത്രമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. പിന്നീട് ഒരാൾക്ക് ദൈവരാജ്യത്തിൽ വരുവാൻ വിശ്വാസം ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് ആ ആളുകളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ക്രിസ്തീയ സഭയുടെ ഭാഗമാകുവാൻ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിശ്വാസത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അവരുടെ പിതാക്കന്മാരങ്ങ് വിശ്വസിച്ചാൽ മതി. പൗരോഹിത്യ വൃന്ദം ചെയ്യുന്ന ആചാരക്രമങ്ങളിലൂടെ ഇവർ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് വന്നുകൊള്ളും എന്നുള്ള ആ ആശയം, ഉയ്യോ എത്ര ഭയാനകമാത്! ആ ഭയാനകമായ ആശയം പുലുകിക്കൊണ്ടല്ലേ ആയിരക്കണക്കിന് ആൾക്കാർ, പതിനായിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒഴുക്ക് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? കീഴേ പാതാളത്തിൽ ചെന്നേ അവസാനിക്കുകയുള്ളൂ. യേശുവേ എന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയും. അതുപോലെ തന്നെയാണ് വീണ്ടും ജനിക്കാത്ത പെന്തിക്കോസുകാരനും ഏതോ പാസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ, ആരോ പറഞ്ഞതിൻ്റെ പേരിൽ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലൊക്കെ സ്നാനപ്പെട്ടിട്ടുണ്ട്, മാമോദീസ ഏറ്റിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പിന്നെ ബോധിച്ചതുപോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ പോയി അത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകി ചെന്ന് അവസാനിക്കുന്ന എവിടെയായിരിക്കും? ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അതും ചെന്ന് അവസാനിക്കാൻ പോകുന്നത്. ശരിയായ വഴി തുറന്നിട്ടിട്ടല്ലേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തത്. ശരിയായ വഴി എന്താ? ഞാൻ തന്നെയാണ് വഴി, ഞാനാണ് മാർഗം. ക്രൂശിലൂടെയല്ലാതെ ഒരുവന് സത്യദൈവത്തെങ്കിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ള സത്യം ഒരുവൻ ഏറ്റെടുക്കണം, ഒരുവൻ അംഗീകരിക്കണം. അത് അംഗീകരിച്ച് ഏറ്റെടുത്ത് അതിൻ പ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനിയായോ അവൻ വിശുദ്ധ ജീവിതം നയിക്കണം, അല്ലേ? ഒരു സത്യക്രിസ്ത്യാനി വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചു വേണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ.
അതല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ച് മൺമറഞ്ഞ് മാറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ പിന്നീട് കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിലെത്താമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമെന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. അത് കേവലം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. യഥാർത്ഥ വഴി ഇതാണ്. കാശ് ചെലവില്ലാത്ത വഴിയാണ് ഞങ്ങൾ പറയുന്നത്. കാശിൻ്റെ ചെലവില്ല. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ വഴിയിലേക്ക് ചുവടുവെക്കുക. സുവിശേഷം കേട്ട് അംഗീകരിക്കണം. പാപിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. രക്ഷകനെ അനുഭവിക്കണം. കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് തുടർന്നുള്ള ജീവിതം. പിന്നീട് ഈ ന്യായപ്രമാണത്തിൽ തന്നെ രസിക്കണം. കർത്താവിൻ്റെ പ്രമാണത്തിൽ രസിക്കണം. അങ്ങനെ വചനത്തിൽ രസിച്ചുകൊണ്ട് വചനത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങനെ തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഈ വചനം നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നമ്മെ സകല കാര്യങ്ങളും ഉപദേശിക്കും. അങ്ങനെ ലഭിക്കപ്പെട്ട ഉപദേശത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇന്ന് ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിശ്ചയമായും തൽക്ഷണം വിശ്രമസ്ഥലത്തേക്ക് സ്വർഗീയ പർദീസയിലേക്ക് വാങ്ങിപ്പോവുകയാണ്. അതാണ് യഥാർത്ഥ വാങ്ങിപ്പോക്ക്. ഈ വാങ്ങിപ്പോവുക എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിലാണ്? വീണ്ടും ജനിച്ചവനാണ് വാങ്ങിപ്പോകുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് എല്ലാം മരിച്ചു പോവുകയാണ് ഈ ഭൂമിയിൽ നിന്ന്. പിന്നെ ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വാങ്ങിപ്പോയി എന്ന്. നാട്ടിലെ റൗഡിയായിട്ടും ചട്ടമ്പിയായിട്ടും നടന്ന പാർട്ടിയാണ്. കള്ളും കുടിച്ച് തുണി അഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് നടന്നതാണ്. പുള്ളി പണ്ടങ്ങാണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മക്കളൊക്കെ വിശ്വാസപ്രമാണം ചൊല്ലുന്നു, മക്കളിപ്പോൾ അനുമതി കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നു എന്ന കാരണത്താൽ ഈ പറഞ്ഞ പുള്ളിക്കാരൻ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അവിടെ കൊണ്ട് അവസാനിക്കുകയുള്ളൂ. അതൊക്കെ ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആരും അങ്ങനെ അങ്ങ് തുറന്ന് പറയാറില്ല. നമ്മളെല്ലാം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. ഞാൻ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നയാളാണ്. റെസ്പെക്റ്റിനൊന്നും ഒരു കുറവില്ല. റെസ്പെക്റ്റ് മൂത്ത് സത്യം പറയാതെ എല്ലാം മറച്ചു വെച്ച് പ്രയോജനമുള്ളതൊന്നും വെളിപ്പെടുത്താതെ നമ്മൾ നിത്യതയിലെത്തിക്കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ നിത്യനാശത്തിലേക്ക് പോകുന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ എന്തൊരു നിരാശ തോന്നാം. നിത്യതയിൽ നിരാശ തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിരാശ തോന്നുന്ന കാര്യമല്ല. എങ്കിലും ഞാനൊരു ചെറുവിരൽ ചലിപ്പിക്കേണ്ട സമയത്ത് ചലിപ്പിച്ചില്ലല്ലോ എന്ന ചിന്ത നമ്മളെ ഭരിക്കും. ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആർക്കും തീരുമാനങ്ങൾ എടുക്കാം, ആർക്കും ചിന്തിക്കാം. അല്ലാതെ നിങ്ങളെല്ലാം കേൾക്കുന്നവരെല്ലാം പെന്തിക്കോസിലേക്ക് ഓടിക്കേറി വരണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഞങ്ങളൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും കാഹളം ധ്വനിച്ച് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ കഴിയില്ല. വീണ്ടും ജനിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത് വെള്ളത്താലും ആത്മാവിനാലെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം തളിച്ചല്ല വീണ്ടും ജനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അവൻ്റെ ജീവിതത്തിൽ മരണം മാറി ജീവൻ കടന്നു വരണം. അങ്ങനെ ജീവൻ കടന്നു വന്ന് നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ച ആ വ്യക്തി കർത്താവിനോടുകൂടെ വിശ്രമിക്കും. ശേഷമുള്ള സമയം യേശുക്രിസ്തുവിനോടുകൂടെ വിശ്രമിക്കും. തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യപ്രകാരം ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എടുക്കപ്പെട്ടവർ പിന്നത്തേതിൽ കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കുമെന്നുള്ള വാക്യമുണ്ടല്ലോ. ആ വാക്യം വീണ്ടും ജനിച്ചവർക്ക് മാത്രം ആശ്വാസം ലഭിക്കുന്ന വാക്യമാണ്. അല്ലാത്ത ആർക്കും അത് ആശ്വാസം ലഭിക്കില്ല. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളിൽ ഏറിയ പങ്കും ഒരു കാലത്ത് ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യപ്പെട്ട് ക്രിസ്തീയ ലോകത്തെത്തി സത്യദൈവവുമായി ബന്ധം സ്ഥാപിച്ചു എന്നൊക്കെ ചിന്തിച്ച ആൾക്കാരാണ്. അങ്ങനെ ധരിച്ച് വശായി സഞ്ചരിച്ച ആൾക്കാരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ സ്പർശിച്ചപ്പോൾ, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം നമ്മെ കേൾപ്പിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മഹാകരുണയാൽ നമ്മൾ ആ സുവിശേഷം കേട്ടു. ഇപ്പോൾ വായിച്ചതുപോലെ വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആ വചനം നമ്മുടെ സമീപത്ത് വന്നു. അത് ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് അല്ലേ? ആ വചനം ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ വചനം കൈക്കൊണ്ടുകൊണ്ട്, ആ വചനം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് നല്ല മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതിനോട് ബഹുഭൂരിപക്ഷം പേരും വികർഷിക്കുകയാണ്, ആകർഷിക്കുന്നില്ല. ഇതേതോ പെന്തിക്കോസുകാരൻ കണ്ടുപിടിച്ചാന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പെന്തിക്കോസിൽ ചേർക്കാനാണ് ഇതൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്നാണ് ചിന്തിക്കുന്നത്. എൻ്റെ പൊന്നെ, പെന്തിക്കോസിലേക്കൊന്നും ആരും വരണ്ട. ഇതാണ് മാർഗം. അങ്ങനെ വീണ്ടും ജനിച്ചവൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ മാമോദീസ ഏൽക്കണമെന്നുള്ളത് അസന്നിഗ്ധമായി പറയുകയാണ്. മാമോദീസ ഏൽക്കണം. കാഹളം കേൾക്കണമെങ്കിൽ മാമോദീസ ഏറ്റതിന് ശേഷം അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെന്നുള്ളതാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടന്ന ആളുകളെ സംബന്ധിച്ച് അതിലൊരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ.
ആ പൗലോസ്ലീഹ ഒടുക്കം പറയുന്നത് എന്നാ? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. താൻ നല്ല പോർ പൊരുതി, തൻ്റെ ഓട്ടം തികയ്ക്കുകയാണ്. അങ്ങനെ തികച്ചു കഴിഞ്ഞിട്ട് പിന്നീട് തിമത്തിയോസിനുള്ളൊരു കൊച്ചു ലേഖനം, ഒരു 3-ാം ലേഖനം, ഒറ്റ ഷീറ്റുള്ളൊരു ലേഖനമൊന്നും എഴുതി അയക്കുന്നില്ല. തിമത്തിയോസെ, മോനെ, നിജപുത്രനെ, എന്നെ ഓർത്ത് നീ അനുതയൊല്ലാനോ ഒപ്പീശയൊല്ലാനൊന്നും മറന്നു പോകരുത്. ഞാനോ വാങ്ങിപ്പോവുകയാണ്, ഒരു പാനീയാഗമായി തീരുകയാണ്. എൻ്റെ മരണാനന്തര കർമ്മങ്ങളും ശുശ്രൂഷകളും ഒക്കെ നല്ല രീതിയിൽ ആണ്ടോടാണ്ട് ചെയ്തു കൊള്ളണം എന്നൊന്നും പറഞ്ഞില്ല. എന്തൊരു പോക്കാ പോയത്! പാതാളം വിറച്ചു പോയില്ലേ അല്ലേ? ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്ര കോൺഫിഡൻസിലല്ലേ പറയുന്നത്? വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളല്ലേ അത്? ഞാൻ നല്ല പോർവരുതി. ആരോടാ? വിശ്വാസത്തിന് വേണ്ടി പോർവരുതി നിന്നു. പാതാള ലോകത്തോടൊക്കെ താന് നിരന്തര കലഹത്തിലായിരുന്നു. സാത്താൻ്റെ കോട്ടകളെ ഇടുക്കിയായിരുന്നു. അവൻ്റെ കോട്ടകളിൽ കിടക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരികയായിരുന്നു. കെട്ടപ്പെട്ട ആടുകളെ പുറത്തു കൊണ്ടുവരികയായിരുന്നു. കെട്ടപ്പെട്ട കഴുതകളെ പുറത്തു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തു നിമിത്തം ചിലവായിപ്പോയതാണ്. ക്രിസ്തു നിമിത്തം ചിലവായിപ്പോയൊരു ജീവിതമാണ് പൗലോസിൻ്റെ. ആ പൗലോസാ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചെന്ന്. തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം തന്നെയാണ് തിമത്തിയോസിനെയും തീത്തോസിനെയും തിഹിക്കോസിനെയും എഫഫ്രാദിത്തോസിനെയും എല്ലാവരെയും ഭരിക്കുന്നത്. പ്രിയങ്കരിയായ സഹോദരി ഫേബയെയും പെർസീസിനെയും പൊർപ്പച്ച് എല്ലാവരെയും ഭരിക്കുന്ന ആ ഒരു ബോധ്യമല്ലേ? ആ ഒരു ബോധ്യത്തിലാണ് ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെല്ലാം മുൻപോട്ട് പോയത്. അതാണ് അവർ തലമുറയായി കൈമാറിക്കൊടുത്തത്. ആ സത്യവിശ്വാസമാണ്. അല്ലാതെ ഇന്ന് കാണുന്ന ഈ മതപരമായ വിശ്വാസമല്ല, ക്രിസ്തുവിങ്കലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അവർ പലരും ഒന്നും കണ്ടിട്ടല്ല. അതുകൊണ്ടാണ് എഴുതി വെച്ചത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ കാണാതെ വിശ്വസിച്ച് മുന്നേറുകയായിരുന്നു. ആ ബോധ്യമാണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തത്. ആ ബോധ്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. അതാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് കാണുന്നത്. അബ്രഹാം വിശ്വാസത്തിൽ മരിച്ചു. തൻ്റെ അവസാന നിമിഷങ്ങളും സത്യദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം, അതാണ് കാണിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ചുരുക്കെഴുത്ത് ഇതാണ്, ആശ്രയം. ദൈവത്തിലുള്ള ആശ്രയത്തിലായിരുന്നു അബ്രഹാം. ആ ആശ്രയത്തിൽ തന്നെ ജീവിതം അവിടെ അവസാനിച്ചു. ദൈവം തിരിച്ചു വിളിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ ആയിരിക്കണ്ടേ? അതായത് വീണ്ടും ജനനാനുഭവത്തിൽ വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഏതോ ഒരു സമയത്ത് വിളി വരും. ആ വിളി വരുമ്പോൾ നമ്മൾ മടങ്ങിപ്പോവും. അങ്ങനെ ഒരു വിളി വരുമെന്നും മടങ്ങിപ്പോക്ക് അനിവാര്യമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും അങ്ങനെ ഒരു ചിന്തയില്ല. 39-ാം സങ്കീർത്തനത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളും കൂടെ ഇതിൻ്റെ ഇടയിലൊന്ന് വായിച്ചേക്കാം. ഞാൻ അധികം സമയമെടുക്കാതെ വേഗം അവസാനിപ്പിക്കാം. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. മക്കളാണോ മരുമക്കളാണോ അതോ സർക്കാരാണോ ആര് കൊണ്ടുപോകുന്നൊന്നും പലർക്കും അറിയില്ല. അതായത് ജീവകാലം മുഴുവനും ധനസമ്പാദനത്തിന് വേണ്ടി പരക്കം പാഞ്ഞു. ഓട്ടമായിരുന്നു. എല്ലാവരേക്കാളും മുന്തിയ നിലയിലേക്ക് വരണമെന്നുള്ള ആ ഒരു ചിന്തയാൽ അങ്ങനെ ഓടുകയായിരുന്നു. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പഴയ നിയമത്തിലെ 2 ചാപ്റ്ററുകൾ മുമ്പിൽ വരികയാണ്. ഒന്ന് ഉൽപ്പത്തി 4-ാം അധ്യായവും, ഒന്ന് ഉൽപ്പത്തി 5-ാം അധ്യായവും. ഈ 2 അധ്യായത്തിലൂടെ 2 വംശങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, ഓടിച്ചൊന്ന് 2 വാക്ക് പറയുകയാണ്. 4-ാം അധ്യായത്തിൽ കയീൻ്റെ വംശത്തെ കാണാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാബേലിന് പകരം ആദമിന് ലഭിച്ച അടുത്തൊരു മകനാണ് ഷേത്ത്. ഷേത്തിൻ്റെ വംശത്തെ കാണാം. 2 വംശത്തെ കാണാം. അങ്ങനെ അത് വായിച്ച് മുൻപോട്ട് വരുമ്പോൾ 4-ാം അധ്യായത്തിൽ കയീൻ്റെ വംശത്തിൽ 7-ാമനായ ലാമക്കിനെ കാണാൻ കഴിയും. അതുപോലെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷേത്തിൻ്റെ വംശത്തിലെ 7-ാമനായ ഹാനോക്കിനെ കാണാനായിട്ട് കഴിയും. ഈ 2 വംശത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കയീൻ്റെ വംശക്കാർക്ക് മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അങ്ങനെയുള്ള യാതൊരു ചിന്തയുമില്ല. സിംഹാസനത്തിന് മുമ്പാകെ ചെല്ലേണ്ടതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ച ഒരു തലമുറയാണ്, അല്ലെങ്കിൽ ഒരു വംശമാണ്.
അതേസമയം ഷേത്തിൻ്റെ വംശക്കാരെ സംബന്ധിച്ച് ആ വംശത്തിൽ ഏഴാമൻ ദൈവത്തോട് കൂടെ നടന്നവനാണ് ഭക്തനായ ഹാനോക്ക്. തൻ്റെ മകനാണ് മെതുശലേഹിൻ്റെ കൊച്ചുമോനാണ് നോഹ. അവരെല്ലാം ദൈവത്തെ ഭയപ്പെട്ടവരാണ്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവിക ന്യായവിധിയെക്കുറിച്ചൊക്കെ നല്ല ചിന്തയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഹാനോക്കിനോട് ദൈവം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതിൻ്റെ നിവൃത്തി എന്നോണമാണ് തൻ്റെ കൊച്ചുമകനായ നോഹയുടെ കാലത്ത് ദൈവം ന്യായവിധി അയക്കുന്നത്. ആ ന്യായവിധിയെക്കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു ആ വംശക്കാരെങ്കിലും അവരും കാലാന്ത്യത്തിൽ അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ അവരും ഇതൊക്കെ മറന്നുപോയി. സത്യത്തിൽ അവരും ഇതൊക്കെ മറന്നുപോയി. അവരും മറന്നുപോയിട്ട് അവരും ശേഷം മനുഷ്യരെ പോലെ ജീവിച്ചു. അതുകൊണ്ടാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ ശേഷം മനുഷ്യർ കയറെടുക്കുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ അവസാനിപ്പിക്കുന്ന പോലെ വേർപെട്ടവരെന്ന് പറയുന്നവർ, വിശുദ്ധ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ചെന്ന് പറയുന്നവർ, വിശേഷിച്ചതിലെ ശുശ്രൂഷകരെന്ന് പറയുന്നവരൊക്കെ പരിപാടി അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആരോ ചോദിച്ചു കേട്ടിട്ടില്ലേ? അതുപോലെയല്ലേ? ചിന്തിച്ച് നോക്കിയേ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് സകല മനുഷ്യർക്കും ബുദ്ധി ഉപദേശിക്കേണ്ടവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. സകലരെ ആശ്വസിപ്പിക്കേണ്ടവരാണ്, നേരായ മാർഗം പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അവർ സമാധാനം അനുഭവിച്ച് മറ്റുള്ളവർക്ക് സമാധാനം പകരേണ്ടവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? തെറ്റായ പഠിപ്പിക്കലുകൾ മാത്രമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് മാത്രമാണ്. അവരൊരു സഭയിലും പോകാതെ ഒരു പ്രസംഗവും കേൾക്കാതെ ഈ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കയറെടുക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മൊബൈൽ ഫോൺ ഒന്നും കയ്യിൽ പാടില്ല. അന്നേരം മൊബൈൽ ഫോണിൽ സകല പെന്തിക്കോസ് പാസ്റ്റർമാരുടെയും പ്രസംഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, പള്ളിയിലച്ചന്മാരുടെയും എല്ലാ പുള്ളികളുടെയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. പള്ളിയിലച്ചന്മാർ എന്നാ പറയുന്നത്? വീണ്ടും ജനനത്തിന് വിശ്വാസം ആവശ്യമില്ലെന്ന്. ഞങ്ങൾ വെള്ളം തെളിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിക്കും, അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരു സമൃദ്ധി വേണ്ടേ? എന്നും ഇങ്ങനെ കീറത്തുണി ഉടുത്താൽ മതിയോ? എന്നും ഇങ്ങനെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്നാൽ മതിയോ? ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടിരിക്കുക, പൂർത്തിയായിട്ടില്ല. പൗലോസ് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും അഭ്യസിച്ചയാളാണ്. അപ്പോൾ പൗലോസിന് സമൃദ്ധി ലഭിച്ചിരിക്കുന്നു. പൗലോസ് സമൃദ്ധിയിലായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ! പൗലോസ് സമൃദ്ധിയിലായിരുന്നു. അപ്പോൾ ആ സമൃദ്ധി നമുക്കും വേണം. എങ്ങനെയുണ്ട് പരിപാടി? അതാ പറഞ്ഞ് ഈ പുള്ളികളെല്ലാം കൂടി ആളുകളെ കയറെടുപ്പിക്കും. ഒരുവൻ അങ്ങനെ അവസാനിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, തെറ്റായ ഉപദേശം, തെറ്റായ പഠിപ്പീരുമാണ്. ശരിയായ ഉപദേശത്തിലും ശരിയായ പഠനത്തിലും ശരിയായ ബോധ്യത്തിലേക്കും വന്ന ഒരാൾക്ക് അങ്ങനെ തെറ്റാൻ കഴിയില്ലെന്നേ. അവൻ ബന്ധിതനാണ്. അവൻ വചനത്താലും ആത്മാവിനാലും ബന്ധിതനാണ്. അതിനെ കുതിറിമാറി എങ്ങനെ പോകാൻ കഴിയും? നിരന്തരം അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവൻ്റെ വചനങ്ങളല്ലേ. ഇപ്പോൾ വായിച്ചത് എന്താ? സങ്കീർത്തനക്കാരൻ പറയാ. ഏത് സങ്കീർത്തനക്കാരൻ? ചുമ്മാ പഴയ നിയമക്കാരൻ, ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ പറയാ, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇന്നേക്ക് 3500 വർഷം മുമ്പ് ലഭിക്കപ്പെട്ട ന്യായപ്രമാണപ്രകാരം ജീവിക്കുന്ന ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പഴയ നിയമ ഭക്തൻ, ആ പഴയ നിയമ ഭക്തൻ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചത്? യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും പെന്തിക്കോസുകാരൻ പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഒരു പ്രാർത്ഥിക്കേണ്ട അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടാവുമോ? ബഹുഭൂരിപക്ഷത്തിൻ്റെ ചിന്ത എന്താ? കർത്താവ് എന്നെ അനുഗ്രഹിച്ച് മാനിച്ച് എന്നെ ഒരു പരുവാക്കൂടെ, യൂസഫലിയേക്കാളൊക്കെ എന്നെ അങ്ങ് പൊക്കിക്കളയും എന്നൊക്കെ ചിന്തിച്ചാൽ ഓരോരുത്തരിയ്ക്കുന്നത്. അല്പസമയമേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആ അല്പസമയം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവേഷ്ടം ചെയ്ത് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലെ വാക്യം എന്താ? 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 39-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ വായിക്കുമ്പോൾ ഒരു സൂചന കിട്ടുന്നത് എന്താ? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്നേ ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതം. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇവിടെയല്ല നമുക്കുള്ള ഓഫറുകളൊന്നും. ഈ ഭൂമിയിലുള്ള ഓഫറുകൾ ആകെ ഇത്രയേ ഉള്ളൂ. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ കരുതിയിട്ടുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടിയ കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നത്. ആ ഒരൊറ്റ കാര്യം പോരെ? നമ്മുടെ ജീവന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ജീവനത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും വഴിയിൽ കരുതിയിട്ടുണ്ട്.
പോകുന്ന പോക്കിൽ മാറയിൽ വേണ്ടുന്ന കാര്യങ്ങളുണ്ടെന്നേ, റഫീദീമിൽ വേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ അതാത് കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അതൊക്കെ റിലീസ് ചെയ്യും. അതൊക്കെ അനുഭവിച്ച് മുൻപോട്ട് പോകുക. ചില സമയത്ത് പരിശോധനകളുണ്ടാകും. 1, 2, 3 ദിവസമൊക്കെ വെള്ളമില്ലാതിരിക്കേണ്ടി വരും. പക്ഷേ ലോകാവസാനം വരെ വെള്ളമില്ലാതിരിക്കുക എന്നുള്ളതല്ലല്ലോ അർത്ഥം. പരിശോധനകളാണ്, പരീക്ഷകളാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് വിശ്വാസത്താൽ അങ്ങനെ മുൻപോട്ട് പോകണം. അങ്ങനെയല്ലേ വേണ്ടത്. നോക്കണം, പഴയ നിയമ ഭക്തന്മാരുടെയൊക്കെ മുമ്പാകെ നമ്മൾ ഒരുമിച്ച് നിത്യതയിലെത്തുമ്പോൾ എനിക്ക് ലജ്ജ കാരണമാണ് ഞാനിങ്ങനെ പറയുന്നത്. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എങ്ങനെ നിൽക്കുമെന്ന് പറ. അവർ കേവലം ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വെളിപ്പാടുകളൊന്നും കിട്ടാതെ വന്ന മനുഷ്യരാണ്. അവരുടെ മുമ്പിൽ വെളിപ്പാടുകളെല്ലാം മൂടിയിട്ടിരിക്കുകയായിരുന്നെന്ന് പഠിച്ചവരല്ലേ നമ്മൾ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെട്ടോ? എല്ലാം മൂടിയിട്ടിരിക്കുകയായിരുന്നു, ഒന്നും വെളിപ്പെടുത്തി കൊടുത്തില്ല. അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയത് നമ്മുടെ കാലത്ത് നമുക്കാണ്. അങ്ങനെ മഹത്തായ വെളിപ്പാടുകളെല്ലാം ലഭിക്കപ്പെട്ട നമ്മൾ ഈ ബോധ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇവിടുന്ന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊരു അല്പം സങ്കടത്തിലാണ് കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കറിയാവുന്ന ചില ആളുകളൊക്കെയാണ് ഈ പറയപ്പെട്ട ഇതിലൊക്കെ അകപ്പെട്ട ആളുകൾ. എന്താ പറയുക? തെറ്റായ വഴികളല്ലേ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. നോക്കണം, ഭക്തന്മാരുടെ ചിന്ത നോക്കി. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമത്രേ. ഈ തിരിച്ചറിവുകളാണ് നമ്മെ വിനയാന്വിതരാക്കുന്നത്, താഴ്മയിലേക്ക് കൊണ്ടുവരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ താഴ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ദശാംശത്തിനും സ്വതന്ത്രകാഴ്ചയ്ക്കും അല്ല പ്രാധാന്യം. അങ്ങനെയൊക്കെ ധരിക്കുന്ന പ്രവാസികൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക, ചെവി തുറന്ന് കേട്ടുകൊള്ളുക. താഴ്മയ്ക്കും വിനയത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന സ്വതന്ത്രകാഴ്ചയിലും ദശാംശത്തിലൊന്നും കോരിത്തെരിക്കുന്ന ഒരാളൊന്നും അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരെന്നൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. തൻ്റെ പുത്രനെയാണ് നമ്മുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഒരു ദാസൻ എന്ന പോലെ അവൻ വർത്തിച്ചു, അല്ലേ? ഒരു ദാസൻ എന്ന പോലെ വർത്തിച്ചു. ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷ കൊടുപ്പാൻ വന്നെന്നാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ വന്നത് എന്തിനാ? ശുശ്രൂഷ സ്വീകരിപ്പാനാണോ? ശുശ്രൂഷ കൊടുപ്പാനാണ് വന്നത്. അതാത് സമയത്ത് അവൻ അരകിൽ തൂർത്ത് ചുറ്റി മറ്റുള്ളവരുടെ പാദം കഴുകുന്ന മാതൃകയാണ് കാണിച്ചു തന്നത് ക്രിസ്തീയ ജീവിതത്തിൽ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് റോൾ മോഡലായിട്ട് നമ്മുടെ കർത്താവിനെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഇങ്ങനെയുള്ള റോൾ മോഡലിനെ നോക്കിക്കൊണ്ട് അവസാന ശ്വാസം വരെ പോയി കഴിഞ്ഞാൽ നീ ഇടറിപ്പോവില്ലെന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനെ ക്രൂശയെ നോക്കി ഞാൻ യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ആ ക്രൂശയിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്, അല്ലേ? പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ ഉദ്ധരിച്ചു. പാപനിമിത്തം ഞാൻ ചങ്ങലകളാൽ ബന്ധിതനായിരുന്നു, ഇന്ന് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. എന്നാൽ എൻ്റെ സമസൃഷ്ടങ്ങളായ അനേകർ പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതായത് അവർ ബന്ധിക്കപ്പെട്ടതിൻ്റെ കാരണക്കാരനായ സാത്താനുമായിട്ടൊരു യുദ്ധമുണ്ട് ദൈവസഭയ്ക്ക്. വിശുദ്ധന്മാർക്ക് യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി. അതുകൊണ്ടാണ് എഫേസ്യരോട് പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട് കേട്ടോ, പോരാട്ടമുണ്ട്, ദൈവസഭയ്ക്ക് പോരാട്ടമുണ്ട്. പോരാടി നിൽക്കേണ്ടവരാണ്. സകലത്തെയും കാൽക്കീഴിൽ കൊണ്ടുവരേണ്ടവരാണ് ദൈവസഭ. അന്നേരം മരണദൂതം വന്ന് വിളിച്ചപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ സൂയിസൈഡിൻ്റെ ആത്മാവ് വിളിച്ചപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഒരു പോക്ക് പോയി. അങ്ങനെ പോവുകയാണോ ചെയ്യേണ്ടത്? അതിൻ്റെ എല്ലാം പിന്നിൽ സ്പിരിറ്റുകളാണെന്ന് പറഞ്ഞല്ലോ. സ്പിരിറ്റുകളാണ്. ഈ സ്പിരിറ്റുകൾ ആളുകളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാം, എന്നെ കേൾക്കുന്നവരെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുക. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, വലിയ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ അടിക്കാം. ഈ സമയത്തൊക്കെ നിരാശപ്പെട്ടു പോവുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് കനത്ത നിരാശയിലേക്ക് ചിലപ്പോൾ വഴുതി പോകാം. ദൈവം എവിടെ? ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മറ്റേ പുള്ളി അടുത്തു വരും. യെസ്, ഈ ദൈവത്തിന് നിന്നോടൊരു കരുതലുമില്ല. അതേസമയം മറ്റവരെ നോക്ക്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അവർക്ക് യാതൊരു രോഗമില്ല, കടഭാരമില്ല, മക്കളുടെ കാര്യത്തിൽ നോക്ക്, എല്ലാ കാര്യത്തിലും നോക്ക്, അവർ വലിയ ബംഗ്ലാവ് വെച്ചിരിക്കുന്നു, അവർ വലിയ സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നു. പക്ഷെ നിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഒരു കൺസേൺ ഇല്ല. നമുക്ക് അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആളുകളൊന്നും അങ്ങനെ ചാടിക്കയറി ഒന്നും സമ്മതിക്കുകയൊന്നും ഇല്ലെങ്കിൽ പോലും ബലഹീന വിശ്വാസികൾ ഇഷ്ടം പോലെയാണെന്നേ.
ബലഹീന വിശ്വാസികൾ ഇഷ്ടം പോലെ, സ്ത്രീയും പുരുഷനും ഒക്കെയുണ്ട് ബലഹീനന്മാർ. ഈ ബലഹീനന്മാരെ അവർ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് സഹോദരങ്ങളെ, ഈ രാഷ്ട്രീയക്കാരോടുള്ള ബന്ധത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോരോ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ ടാക്ടിക്സ് അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ വാർ റൂം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഒരു ബൂത്തിൽ ഇത്ര ആളുകളുണ്ട്, അവരുടെ പ്രായം ഇന്നതാണ്, സ്വഭാവം ഇന്നതാണ്, നേച്ചർ ഇന്നതാണ്, എല്ലാം A to Z അവരുടെ ഫയലിലുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ് ലോകത്തും. ഞാൻ അങ്ങനെ ആ ഒരു ലോകത്ത് സഞ്ചരിച്ച ആളായതുകൊണ്ട് എനിക്കറിയാം. ഞങ്ങളുടെ ആ സെയിൽസുമായി ബന്ധപ്പെട്ട ആ മേഖലകളിൽ വരുന്ന റൂട്ടുകളിൽ വരുന്ന ഷോപ്പുകാർ അവരെക്കുറിച്ചുള്ളൊരു ഫയൽ തന്നെ ഉണ്ടാകും. അവരുടെ പ്രായം, അവരുടെ രീതി, അവരുടെ സ്വഭാവം, അവരെ എങ്ങനെ നമുക്ക് മറിക്കാം, ഏത് രീതി പോക്കറ്റിൽ ഇറക്കാം എന്നുള്ളതിൻ്റെ എല്ലാം ഫയൽ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സാത്താന്യ ലോകത്തും ഫയലുണ്ട്. ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവവും ബലഹീനതയും എല്ലാം സാത്താന്യ ലോകത്തിന് അറിയാം. അതിനനുസരിച്ചുള്ള പരീക്ഷയായിരിക്കും വരുന്നത്, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവൻ കൈകാര്യം ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ വാചനത്തിൽ നിലനിൽക്കണം, കെട്ടുകഥകളിൽ വിശ്വസിക്കരുത്, സത്യവചനത്തിൽ ഉറച്ചു നിൽക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഇളകരുതെന്ന്. ഇവിടെ നമ്മുടെ കർത്താവ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതില്ലെന്നൊരുത്തൻ വന്ന് പറഞ്ഞാൽ തൽക്ഷണം മനസ്സിലാക്കിക്കൊള്ളണം ഇവൻ സാത്താൻ്റെ ഏജൻ്റാണെന്ന്. അവൻ ഏത് കൊമ്പത്തെ പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, അപ്പം തന്നെ തിരിച്ചറിഞ്ഞോണം ഇവൻ പിശാചിനാൽ ആനയിക്കപ്പെട്ട് വന്നവനാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോ? തുടർന്ന് നമ്മുടെ കർത്താവിനാൽ വേർതിരിക്കപ്പെട്ട അവൻ്റെ അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ട സഹിക്കേണ്ടി വന്നാലും സാരമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരോരോരുത്തരും പറഞ്ഞു വെച്ചത്. പൂർവന്മാരായ പിതാക്കന്മാരെല്ലാം, അപ്പോസ്തലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാരെല്ലാം ഈ പറയപ്പെട്ട നിലയിൽ സഞ്ചരിച്ചു. അനേക കഷ്ടങ്ങളും നിന്ദകളും അവരൊക്കെ അനുഭവിച്ചു. അവർ അതിനനുസരിച്ച് മുൻപോട്ട് പോയി. ഇപ്പോൾ ആരെങ്കിലും ഈ കാലത്ത് വന്ന് പറയുകയാണ് അങ്ങനെയൊന്നും അല്ല, കർത്താവ് നമുക്ക് വാച്ചടി കയറ്റം തരാൻ പോവുകയാണ്, ഡോളറും ദിനാറും കൊണ്ട് നമ്മെ സമ്പന്നരാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കയറി വിശ്വസിക്കരുത്. നമ്മുടെ ഇടയിൽ ആരും അങ്ങനെ വിശ്വസിക്കുന്നവരൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളുടെ ഈ മെസ്സേജ് പിന്നീട് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ ഈ അല്പവിശ്വാസികളോ അല്പപ്രാണികളോ ഒക്കെ ആയവരാരെങ്കിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവരോടൊക്കെ പറയാനുള്ളത് മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. നാം കാത്തിരിക്കുന്നത് വരാൻ പോകുന്ന പുതിയ ഭൂമിയും അതിലേക്ക് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരവുമാണ്. അതിനൊക്കെ വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ കാത്തിരിപ്പിനിടയിൽ ഏതെങ്കിലും സാത്താൻ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിക്കണം. ഒരു മിനിറ്റ് അവനെ അടുത്ത് നിർത്താൻ പാടില്ല, ഗെറ്റ് ഔട്ട് അടിക്കണം. ഹൗവയ്ക്ക് പറ്റിയ അപകടം എന്നാന്ന് മനസ്സിലായോ? ഹൗവ സാത്താനുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെട്ടു, അവസാനം തലകുത്തി വീണു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ ആ നിരാശ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ, നിരാശ എന്ന് പറയുന്നത് വലിയ മിസൈലാണ്. ആ സാധനം വന്ന് അകത്തേക്ക് അങ്ങ് വീണ് കഴിഞ്ഞാൽ ആ ഭാഗം കുഴിഞ്ഞങ്ങ് പോകും. തവിട് പൊടിയാക്കിയിട്ട് ആ മിസൈൽ പോവുള്ളൂ. അതുപോലത്തെ സാധനമാണ് അവൻ അയക്കുന്നത്, അവൻ്റെ തീയമ്പുകളെന്ന് പറയുന്നത്. ആ തീയമ്പുകളെയൊക്കെ വിശ്വാസം എന്ന പരിച കൊണ്ട് തടുക്കണം. പരിച വേണം, കയ്യിൽ പരിച വേണം. ആ പരിച ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കുന്നത്, അല്ലാതെ സൂചിപ്പിക്കാനോ രസിപ്പിക്കാനോ നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. അത്യാവശ്യമൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്നേ. അതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും. ഇവിടം കൊണ്ട് അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പോർപൊരുതി നിൽക്കേണ്ടവരാണ് നമ്മൾ. ഈ വക വിഷയങ്ങളിലൊക്കെ നല്ല തറവും ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ. ഇന്ന് ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ സ്വർഗീയമായ അനുഭവത്തിലേക്ക്, സ്വർഗീയ പർദീസ് എന്ന് തന്നെ വിളിക്കാം, അവിടെ അവൻ വിശ്രമത്തിലായിരിക്കും. അതുപോലെ ക്രിസ്തുവിൽ അല്ലാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം 40 ദിവസമൊന്നും കറങ്ങൂല്ല കേട്ടോ. 40 ദിവസമൊക്കെ കറങ്ങുമെന്ന് പറയുന്ന പള്ളിയിൽ അച്ഛനും കപ്പിയാരും എല്ലാം കറങ്ങാൻ പോവുക. ഇവിടെ ഇട്ട് കറക്കൂന്നൊക്കെ പറയുന്ന ഇവർ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 40 ദിവസമായിട്ട് കറക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, പിന്നത്തേതിൽ ഉയർപ്പിന് ശേഷം 40 ദിവസം അത് വെച്ചിട്ടാണോ പറയുന്നത്? അതെങ്ങനെ അത് വെച്ചിട്ടൊരു ഉപദേശം സ്ഥാപിക്കുന്നത്? വേദപുസ്തകത്തിലെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ സാമാന്യ ജ്ഞാനമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ മേലേ അങ്ങനെ പിന്നെ കറങ്ങാനും തിരിയാനൊന്നും സാവകാശമില്ല. തൽക്ഷണം കാര്യം തീരുമാനിക്കപ്പെടുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമല്ല കീഴോട്ട് അല്ലെ മേലോട്ട്, ഇത് രണ്ടുമല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇടയ്ക്ക് ഒരു
പാർക്കിംഗ് പ്ലേസ് ഒന്നുമില്ല. ഏകദേശം AD 1500 ആ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് മുഴങ്ങി ഏറ്റവും വഞ്ചനാപരമായൊരു മുഴക്കമായിരുന്നു ദണ്ഡവിമോചന ചീട്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ പാപമോചന ചീട്ടെന്നൊക്കെ പറയുന്ന വത്തിക്കാൻ മുഴക്കിയ മുഴക്കം ആ തലമുറയിൽ അവിടെ മുതൽ അത് വഞ്ചനയായിരുന്നു. അതുപോലെയാണ് അനേക കാര്യങ്ങളും. അതുകൊണ്ട് ഈ വക വഞ്ചനകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ മേലാൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും മാനസാന്തരപ്പെടേണ്ടതുണ്ട്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയം ഉണ്ടാകില്ല. അതായത് മരണഭയം അശേഷം ഉണ്ടാകില്ല. വീണ്ടും ജനിച്ച ഒരുവന് മരണഭയമേ ഉണ്ടാകില്ല. മരണത്തെക്കുറിച്ച് യാതൊരു ചഞ്ചലിപ്പും ഉണ്ടാകില്ല അത്തരക്കാർക്ക്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനാകട്ടെ, എന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, ഇവരാരും മരണത്തെ ഭയപ്പെടുന്നവരല്ല. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നതിൻ്റെ ആനന്ദം കൊണ്ടാണ് ഇത്രയും നേരം ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇട്ടിട്ട് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണല്ലോ പറയുന്നത്. ഒരു പക്ഷെ ഞാൻ കടന്നു പോകേണ്ട വഴികളായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന ആ തീപ്പൊയ്കയുടെ വഴിയൊക്കെ. അതായത് യാതനാസ്ഥലത്ത് നിന്ന് പിന്നെ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പാകെ എത്തും. അവിടെ നിന്ന് കടന്നു പോകേണ്ടത് ലേക്ക് ഓഫ് ഫയറിലേക്കായിരുന്നു. അതായത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ സ്വന്തം ബോധ്യത്തിലും മനോധർമ്മത്തിനും അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയാനകമായ ന്യായവിധിയാണ് നിന്നെ കാത്തിരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിയും പയറും മാങ്ങാ ചമ്മന്തിയും ഒക്കെ തിന്ന് കുറിയലൈസോനും പറഞ്ഞിട്ട് പിന്നെ അടുത്ത ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന നിന്നെ കാത്തിരിക്കുന്നത് നീ എന്താ വിചാരിച്ചത്? അനിത ചൊല്ലി ഒപ്പീസി ചൊല്ലിയൊക്കെ നിന്നെ കയറ്റി വിടുമെന്നാണോ വിചാരിച്ചത്? അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. നിന്നെ കാത്തിരിക്കുന്ന ഭയാനകമായ ന്യായവിധിയാണ്, നാശമാണ് കാത്തിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ അധികാരത്തോടെയാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. രക്ഷപ്പെട്ടുകൊള്ളുക. ക്രൂശാണ് വെച്ചിരിക്കുന്നത്. ക്രൂശ് വെച്ചിരിക്കുകയാണ്. ആ ക്രൂശിലൂടെ രക്ഷയുണ്ട്. അതായത് പിതാവായ ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഒരേ ഒരു മാർഗം. ആ മാർഗം സുവിശേഷം കൈക്കൊള്ളുക. ആ സുവിശേഷപ്രകാരം ഒരു ജീവിതം നയിക്കുക. ചുമ്മാ കടന്നു വന്നിട്ട് കാര്യമില്ല. ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിൽ നടക്കണം. അങ്ങനെ നടന്നാൽ ഒരു മരണത്തിന് നിന്നെ തൊടാൻ കഴിയില്ല. നീ ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജീവൻ്റെ തുടിപ്പ് നിൻ്റെ ഉള്ളിലുണ്ട്. ആ ജീവൻ്റെ തുടിപ്പിലാണ് മുൻപോട്ടുള്ള യാത്ര മുഴുവനും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ആവലോടെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ ജീവൻ, ഈ വലിയ പ്രത്യാശ, ഇതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടും സ്നേഹത്തോടും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.